വന്നിട്ടുണ്ട് എന്തിനാണ് കല്യാണം എന്നുള്ള ചോദ്യത്തിന്. ആദം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ല? നിങ്ങൾ പറയായിരിക്കും ഈവിൽ ചിന്തകൾ. ആദമിന് ഈവിൽ ചിന്തകൾ വരാറായിട്ടില്ല. വെളിയിൽ നിന്ന് വരണം പ്രലോഭനം. യേശുവിന് വെളിയിൽ നിന്നാണ് പ്രലോഭനം വന്നത്, അകത്തുനിന്നല്ല. യേശുവിന് അകത്തുനിന്ന് പ്രലോഭനം വന്നില്ല, വെളിയിൽ നിന്നാണ് വന്നത്, അല്ലേ? യേശുവിന് അകത്ത് പാപമില്ലായിരുന്നു, വെളിയിൽ നിന്നാണ് പ്രലോഭനം വന്നത്. എന്നാൽ ആദമിന് പാപം ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, വെളിയിൽ നിന്ന് പാപം വന്നു, അവൻ വെളിയിൽ നിന്നാണ് വന്നത്. നമുക്ക് വെളിയിൽ നിന്ന് വരുന്നുണ്ടോ? നമുക്കകത്തുനിന്ന് വരുന്നത്. നമുക്ക് എല്ലാ നമ്മുടെ പരീക്ഷിക്കാൻ പിശാച് അടുത്ത് വന്ന് കണ്ടിട്ടുണ്ട് ഇന്നവരെ ഇല്ല. അപ്പോൾ ആദം ഒറ്റയ്ക്ക് ഇരുന്നാൽ അവൻ ഈവിൽ ചിന്തകളൊന്നും അന്ന് വരില്ലായിരുന്നു. ഹി വാസ് നോട്ട് എ ഫോളൻ ബീയിങ്. ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമേ ഞാൻ ബൈബിൾ സ്റ്റഡി ബേസായിട്ട് നമ്മൾ ആദ്യത്തെ 4 ദിവസം പഠിച്ച കാര്യങ്ങൾ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ യൂത്ത് മീറ്റിങ്ങിനായാലും ഫാമിലി സെമിനാറിനായാലും എല്ലാം ആ വചനത്തിൻ്റെ ഫൗണ്ടേഷനിലൂടെ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. കാരണം ക്രിസ്ത്യാനികൾക്ക് മോറൽ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ധർമ്മോപദേശം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ധർമ്മോപദേശം ഉണ്ടാകുന്നത് പത്യോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെളിപ്പെടുന്ന പരിജ്ഞാനം വെച്ചാണ്. അല്ലാതെ ലോകത്തിലുള്ള കൗൺസിലിംഗ് സൈക്കാട്രിക് ടെക്നിക്കുകളൊന്നും നമുക്ക് പ്രയോജനമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ദേ ആർ ഓൾ യൂസ്ഫുൾ ഇൻ ഇറ്റ്സ് ഫീൽഡ്. കാരണം ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഈ കൗൺസിലിങ്ങിനൊന്നും ചെയ്യാൻ കഴിയില്ല. കൗൺസിലിങ് സൈക്കാട്രിക് ടെക്നിക്കുകൾ ഇങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ പ്രയോജനപ്പെടുന്നത് ദുർബലമായ മാനസികാരോഗ്യമുള്ള ആളുകൾക്കാണ്. ശരീരത്തിന് മരുന്ന് വേണ്ടതുപോലെ ചില സമയത്ത് മനസ്സിന് ടെക്നിക് മരുന്നുകളൊക്കെ വേണ്ടി വന്നേക്കാം. പക്ഷേ ആത്മീക ജീവിതവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതമാണ്. അതൊരു ദേഹീപരമായ സന്തോഷങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ബന്ധമല്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതമെല്ലാം ഓൾവേസ് എനി ഫോം ഓഫ് ലൈഫ്, എനി സ്പിയർ ഓഫ് ലൈഫ് ഈസ് ഡ്രിവൺ ബൈ വാട്ട് ദ ഹോളി സ്പിരിറ്റ് ടീച്ചസ് യു. അതാണ് അതിന് ആധാരമാകുന്നത്. അതിൽ ദേഹിയും ദേഹവും എല്ലാം ഇൻവോൾവ് ആണെങ്കിലും പ്രൈമറിലി ഇറ്റ് മാറ്റേഴ്സ് ഓൺലി വെൻ ദ ഹോളി സ്പിരിറ്റ് സ്പീക്സ് ടു അസ്. പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ നയിക്കുന്നു എന്നുള്ളതാണ് ഒരു വിവാഹ ജീവിതത്തിലും ഈവൻ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും ലോകത്തിലുള്ള ഏത് ക്രിസ്ത്യൻ ലിവിങ്ങിൻ്റെ ഏത് സ്ഫിയറിലും പ്രൈമറി പ്രിൻസിപ്പിൾസ് കം ഫ്രം ദ സ്പിരിറ്റ്, നോട്ട് ഫ്രം കൗൺസിലിംഗ് ടെക്നിക്സ്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കൗൺസിലിംഗ് ടെക്നിക്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരാണെന്ന്. ഐ എം നോട്ട്. ഞങ്ങളുടെ ചർച്ചിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദിസ് ടെൻഷൻ ബിറ്റ്വീൻ ദ ബൈബിൾ, വാട്ട്സ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദ ബൈബിൾ ആൻഡ് സൈക്കാട്രി? ഞാൻ പറയും, നിങ്ങളുടെ ഫീൽഡ് മനസ്സാണ്, ഞങ്ങളുടെ ഫീൽഡ് ആത്മാവാണ്. സ്പിരിറ്റിൽ വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ സ്പിരിറ്റിൽ വരുന്ന തത്വങ്ങൾ ദേഹിക്കും ദേഹത്തിനും ആപ്ലിക്കബിളാണ്. ഇഫ് യു ആർ സ്പിരിച്വലി അവേക്ക് ആൻഡ് അലൈവ് ഇൻ ക്രൈസ്റ്റ് യു ഡോണ്ട് നീഡ് എനി ടെക്നിക്സ്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ പുതിയ ജീവൻ ജീവിക്കുക, ആ ജീവൻ പരിശീലിക്കുക, ആ ജീവനിൽ നമ്മൾ നേരിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക, നമ്മൾ ഓരോ ദിവസം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആത്മീകമായ മറുപടി ലഭിക്കുക, അത് പ്രയോഗിക്കാൻ പറ്റുക. ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചൊരു പാഠം, ബൈബിളായിട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം പഠിച്ച പാഠം എന്ന് പറയുന്നത്, വാട്ട് എവർ യു സ്പീക്ക് ഫ്രം ദ പുൾപിറ്റ് വിൽ നോട്ട് ഡൈ ദെയർ. നിങ്ങളങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം അതിനെക്കുറിച്ചൊരു പരീക്ഷണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളെല്ലാം പരീക്ഷിക്കാനുള്ള, നമ്മൾ എന്തുമാത്രം ജയിക്കുന്നുണ്ട്, തോക്കുന്നുണ്ട്, നമ്മളിത് ഏറ്റെടുത്തിട്ടുണ്ടോ, നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ കിക്ക് ചെയ്യുന്നുണ്ടോ, യേശു ക്രിസ്തുവിൻ്റെ നമ്മൾ ശരിക്കും മരിച്ചോ, ഇതൊക്കെ പരിശോധിക്കാൻ നമുക്ക് കിട്ടുന്ന 2 കളരികളാണ്. ഒന്ന് കുടുംബവും ഒന്ന് സഭയും. പിന്നെ നാട്ടുകാരുടെ ഇടയിൽ, വീട്ടുകാരുടെ ഇടയിൽ, അതെല്ലാം പിന്നെയാണ്. പ്രൈമറിലി വി ആർ എക്സാമിൻഡ്, വി ആർ ടെസ്റ്റഡ്, വി ആർ അപ്രൂവ്ഡ്, വി ആർ സാങ്ക്ടിഫൈഡ്, വി ആർ മെയ്ഡ് ഹോളി ഇൻസൈഡ് ദ ഫാമിലി ആൻഡ് ഓൾസോ ഇൻസൈഡ് ദ ചർച്ച്. അപ്പോൾ ദൈവം ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാനുള്ള കാരണം തന്നെ ഇതില്ലാതെ നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യാൻ പ്രയാസമെന്നുള്ളതുകൊണ്ടാണ്. ഡിസൈപ്പിൾസിനെ ദൈവം അയക്കുമ്പോൾ 2 പേരെ അയക്കാൻ കാരണം വൺ ഹാസ് ടു ക്യാച്ച് ദ അതർ എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഓങ്കോളിൽ മിഷണറി ആയിട്ട് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആണ് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേടി ഞാൻ വഴിതെറ്റി പോകുന്നുള്ളതായിരുന്നു. കാരണം കർത്താവിൻ്റെ അടുത്ത് വന്ന ശേഷം എനിക്ക് എന്നെ അല്ലാതെ വേറെ ആരും അത്ര പേടിയൊന്നുമില്ല. ഐ നോ മൈ പൊട്ടൻഷ്യൽ ടു സിൻ. എനിക്ക് പാപം ചെയ്യാനുള്ള എൻ്റെ കഴിവിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ദൈവം എന്നെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വെൻ വി ആർ എക്സ്പോസ്ഡ് ബിഫോർ ഗോഡ് വി അണ്ടർസ്റ്റാൻഡ് ഹൗ വിക്കറ്റ് വി ക്യാൻ ബി. പൊട്ടൻഷ്യലി ദർ ഇസ് എ സിന്നർ ഇൻ എവരി വൺ. ദേ ക്യാൻ ഡു എനി സിൻ, ദേ ക്യാൻ ഡീവിയേറ്റ് ഫ്രം ദ പാത്ത്.
അപ്പം ഞാൻ ആദ്യം സുശേഷയിലേക്ക് പോകുന്ന നേരത്തെ ഞാൻ ആലോചിച്ചു, എന്നെ തെറ്റ് കണ്ടാൽ തിരുത്താൻ പറ്റുന്ന ഒരു ബോഡി ഉണ്ടാവണം. ഐ ടു സബ്മിറ്റ് ടു ദാറ്റ് ബോഡി. അതല്ലാതെ ഞാൻ പോവില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ പാസ്റ്റർ, എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ടീച്ചർ ഇങ്ങനെ എന്നോട് വാടാ ഇവിടെ എന്ന് പറയാൻ അധികാരമുള്ള ആളുകളെ കൊണ്ടൊരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം സബ്മിഷൻ ഇല്ലാതെ വി കനോട്ട് ലേൺ എനിത്തിങ്. സബ്മിഷനിലൂടെ കൺട്രോൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമ്മളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ മഹാപാപികൾ തന്നെയാണ്. വി ആർ മാനേജ്ഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ദർ ഈസ് എ പൊട്ടൻഷ്യൽ ദാറ്റ്സ് വെരി വിക്കറ്റ്നെസ്സിനൊരു പൊട്ടൻഷ്യൽ എല്ലാ മനുഷ്യരുടെ ഇടയിലുണ്ട്. ആൻഡ് വി നീഡ് ടു ബി അവെയർ ഓഫ് അവേഴ്സെൽസ് മോർ ദാൻ എനിവൺ എൽസ്. മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന ഹാമിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ രാജ്യത്തോടും ദൈവത്തിൻ്റെ സിസ്റ്റത്തോടും ചെയ്യാൻ കഴിയുന്ന ഹാം, ദാറ്റ്സ് മച്ച് മോർ ദാൻ വാട്ട് അതർ പീപ്പിൾ ക്യാൻ ഡു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നിങ്ങൾ ചെയ്യുന്ന ഹാമാണ് ഏറ്റവും വലിയ ഹാം. നിങ്ങളുടെ കുടുംബത്തിന് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഹാം എന്ന് പറഞ്ഞ അപകടം നിങ്ങളുടെ പ്രവൃത്തികൾക്കും ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. സോ വി നീഡ് ടു ബി അവെയർ ഓഫ് അവർ ഓൺ ലിമിറ്റേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ us, ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ. വി നീഡ് ടു ബി ടെസ്റ്റഡ്, റബ്ഡ് ടുഗദർ. പരസ്പരം ഉരസി, ഒരുപക്ഷെ ഇത്തിരി സൗണ്ടൊക്കെ പൊങ്ങുമായിരിക്കും, പക്ഷേ അതെല്ലാം നമ്മളെ ആ ഈഗോട്ടിക് സെൽഫിനെ നിയന്ത്രണത്തിലാക്കാനും സബ്മിഷനിലാക്കാനുമുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ഈ പാപികളെ ദൈവം വിശദീകരിക്കുമ്പം വിവാഹം ഭയങ്കര പ്രധാനമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ സീരിയസ്ലി ഐ തോട്ട് ഐ എം നോട്ട് ഗോയിങ് ടു മാരി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഡിസിഷൻ. ഞാൻ വിചാരിച്ചു ഈ കുടുംബവും ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒത്തിരി ധനമോഹങ്ങൾ ശുശ്രൂഷരുടെ ഉണ്ടാകുന്നത്, ബാധ്യതകൾ ഉണ്ടാകുന്നത്. സോ ഇഫ് യു വാണ്ട് ടു സെർവ് ദ ലോർഡ് ലെറ്റ് ഇറ്റ് ബി വിത്തൗട്ട് എനി എൻകംബറൻസ് എന്ന് വിചാരിച്ച് ഞാൻ വിവാഹം കഴിക്കേണ്ട. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് TPM ടൈപ്പ് ഓഫ് സ്പിരിച്വാലിറ്റിയോട് യാതൊരു യോജിപ്പുള്ള ആളല്ല. ഇഫ് യു ആസ്ക് മീ വൈ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ 1 or 2 hours. കാരണം ദാറ്റ്സ് എ ഹൊറിബിൾ മെക്കാനിസം ഓഫ് ബ്രാൻഡിങ് പീപ്പിൾ അൺസ്പിരിച്വൽ. മാക്സിമം ആൾക്കാർ അൺസ്പിരിച്വൽ എന്ന് പ്രഖ്യാപിക്കാൻ അങ്ങനെയുള്ളൊരു സ്പിരിച്വാലിറ്റി മതി. ആ ഒരു സ്പിരിച്വാലിറ്റി ഒരു ഫരിസായിക് മെൻറ്റാലിറ്റി ഉണ്ടാക്കുന്നുള്ള പ്രയോജനമില്ല. അപ്പോൾ ആകെ കല്യാണം കഴിക്കാത്ത ബന്ധുക്കോസാർ അവരേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഫ് ഐ ബിക്കം റിമെയിൻ എ ബാച്ചിലർ വാട്ട് ഷാൽ ഐ ഡു, ഐ കനോട്ട് ഗോ എലോൺ. അപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെ കല്യാണം കഴിക്കേണ്ട ദൈവം ആർക്കെങ്കിലും ദർശനം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സഹോദരങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു എന്താ പറയുന്ന ഒരു ബ്രദേഴ്സ് ഫോറം ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത് സുവിശേഷമൊക്കെ ആയിട്ട് നടക്കാം. 2-3 വർഷം കഴിഞ്ഞപ്പോൾ കറുത്ത പറഞ്ഞു മര്യാദയ്ക്ക് കല്യാണം കഴിച്ചോളാം പറഞ്ഞു കല്യാണം കഴിച്ചു. അതൊരു പെട്ടെന്നൊരു കമാൻഡായിരുന്നു. ആരെ കല്യാണം കഴിക്കണമെന്ന് കർത്താവ് കാണിച്ചു തന്നു. സോ ഇറ്റ് വാസ് വെരി ഈസി. ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിച്ചു, അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ എനിവേ ഓക്കെ. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന ദൈവം ആദ്യം തുടങ്ങുന്ന ഏദൻ തോട്ടത്തിൽ തുടങ്ങുന്നത് നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ തൻ്റെ പുത്രന് വേണ്ടി ദൈവം ഒരു മണവാട്ടിയെ ഹൃദയത്തിൽ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം എവിടെ ലോകം നടന്നാലും, അത് ആദവും ഹൗവയായിട്ട് നടന്നാലും, അത് ക്രിസ്തു അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായുള്ള ആ ഒരു വണ്ണസിൻ്റെ ഒരു നിഴലാണ്. അതുകൊണ്ടാണ് ഡൈവോഴ്സ് ക്രിസ്ത്യാനിറ്റിയിൽ സമ്മതിക്കാത്തതിൻ്റെ കാരണം സഭയും കർത്താവും തമ്മിലുള്ള ഒരു മിസ്റ്റിക്കൽ യൂണിയൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ലോകത്തിൽ വിവാഹം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം ഏതാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായത് സഭയാണ്, പിന്നെ കുടുംബം ഉണ്ടാകുന്നു. നമ്മൾ തിരിച്ചായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും ടൈമിനപ്പുറത്തേക്ക് ഇറ്റേണിറ്റിയിലേക്ക് നോക്കിയാൽ, നിത്യതയിലേക്ക് നോക്കിയാൽ ഇറ്റേണലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ചർച്ചും ടെമ്പറൽ ഫോമിലാണ് നമുക്ക് കുടുംബങ്ങളുള്ളൂ. ഇറ്റേണിറ്റിയിൽ കുടുംബങ്ങളില്ല. നമ്മളെല്ലാം അവിടെ കാണും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അതാണല്ലോ എൻ്റെ ഭാര്യ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. പക്ഷേ എല്ലാവരും തിരിച്ചറിയാം. കാരണം പത്രോസ് പറയുന്നില്ലേ, ഇതായി മോശേനെ ഏലിയാവിനും പത്രോസ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇത് മോശയാണെന്ന് ഇത് ഏലിയാവെന്നും ആരും പറഞ്ഞു കൊടുക്കാതെ പത്രോസിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അത് ആത്മാവിലാണ് തിരിച്ചറിയുന്നത്. ഓരോ വ്യക്തികളെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിശുദ്ധന്മാരെയും അവരുടെ ആത്മീകമായി നമുക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ നോളജ് അങ്ങനെ ആയിരിക്കും. വിൽ ഹാവ് ഗ്ലോറിഫൈഡ് ബോഡീസ്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒരാളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. വിൽ ഓൾ ബി സ്പിരിച്വൽ ബീങ്സ്. പ്രത്യേകിച്ച് ഒരാളുടെ അറ്റാച്ച്മെൻറ്റോ ദേഹപരമായ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ദർ വിൽ നോട്ട് ബി എനി മാരേജസ് ഓർ ഫാമിലീസ് ദെയർ. പക്ഷേ സഭ എന്ന് പറയുന്ന ഒരു ഇറ്റേണൽ സാധനമാണ്. ദൈവം ആദ്യം സ്ഥാപിച്ച സഭയാണ്. സഭയിലൂടെയാണ് ശരിക്കും സാങ്ക്ടിഫിക്കേഷൻ നടക്കേണ്ടത്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾ എ പേഴ്സൺ ഷുഡ് ബി പാർട്ട് ഓഫ് എ ചർച്ച്. അതാണ് ക്രിസ്ത്യൻ മാരേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഹി ഷുഡ് ബി എ പാർട്ട് ഓഫ് എ ചർച്ച് ആൻഡ് ഹി ഷുഡ് ഹാവ് എ വിറ്റ്നസ് ഫ്രം ദ ചർച്ച്. ആ ചർച്ചിൽ ഒരു ടെസ്റ്റിമണി ഉള്ള ആളായിരിക്കണം. കല്യാണത്തിന് വേണ്ടി പോയി ചർച്ച ചേരുവോ സ്നാനപ്പെടുകയും ചെയ്യുന്ന ആളായിരിക്കരുത്. ഹി ഷുഡ് ഫസ്റ്റ് അക്സെപ്റ്റ് ക്രൈസ്റ്റ് and then join a church because that comes chronologically first and then only marriage comes. അപ്പോൾ സഭയുടെ സബ്മിഷൻ
സബ്മിഷൻ പഠിച്ച ആളായിരിക്കണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്മിഷനാണ്. ചിലപ്പം ഭർത്താവ് വലിയ ഡയലോഗ് അടിച്ചാലും ചില സമയത്തൊക്കെ ഭാര്യ പറയുന്നതിന് കേൾക്കേണ്ടി വരും. സോ സബ്മിഷൻ ഈസ് റിക്വയർഡ് എവരിവെയർ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് കംസ് ഫ്രം ദ ചർച്ച്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് നിർത്തിയത് എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിനാൽ നമ്മൾ അകത്തെ മനുഷ്യനെ എങ്ങനെ സ്ട്രോങ് ആക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ്സുകൾ അവസാനിപ്പിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. ഇത് നിങ്ങൾ ഓർക്കാനുള്ളൊരു വഴിയുണ്ട്. ഈ നോട്ട് കുറിക്കുന്നവർക്ക് നല്ല നോട്ടിന് അവാർഡ് കൊടുക്കാമെന്നൊക്കെ ആരോ പറയുന്ന കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഒരു ദുഃഖവാർത്തയും കൂടെ അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഇത് നോട്ട് കുറിക്കാൻ പറ്റില്ല. ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത് ഇതൊക്കെ കുറിച്ച് വയ്ക്കും. ബട്ട് ദാറ്റ് ഒരു സിസ്റ്റമാറ്റിക് നോട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറേ കഴിയുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതൊക്കെ നിർത്തി കാണും ചിലരെങ്കിലും. ഐ നോ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ഇപ്പോൾ അടുത്ത സെൻറ്റൻസ് പറയുന്നത് നോട്ടുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമായിരിക്കും. സോ ഇറ്റ്സ് എ കൊഹറൻസ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് ടു ബ്രിങ് അബൌട്ട്. അപ്പോൾ അത് വിട്ടേക്ക്. പക്ഷേ ഇത് ഓർക്കാനുള്ള പണി ഞാൻ പറഞ്ഞുതരാം. നോട്ട് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എഴുതുന്നവരൊക്കെ എഴുതിക്കുക. പക്ഷേ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ വർക്ക്. റെക്കോർഡിങ് ഓക്കെ. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ വർക്ക്. അപ്പോൾ ഇത് ഓർക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും ചെയ്യാതെ ചെയ്സ് എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ ഇന്നോ നാളെയോടെ മറന്നോ, നോ പ്രോബ്ലം. പക്ഷേ ഓർക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. യു റീഡ് ദ ബുക്ക് ഓഫ് റോമൻസ് ആൻഡ് എഫേഷ്യൻസ് ആൻഡ് സെലക്റ്റഡ് പോർഷൻസ് ഓഫ് ഹീബ്രൂസ്. ഞാൻ വെളിയിൽ നിന്ന് ഒരു ഡേറ്റയും കൊണ്ടുവരാതെയാണ് ഇതെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഓരോ വാക്യങ്ങൾ ഓർമ്മ വരും. 7, 8 റോമൻസ്, എഫേഷ്യൻസ് 1, 3 ആ പ്രാർത്ഥനകൾ, അതുപോലെ ഇതെല്ലാം ഇൻ ക്രൈസ്റ്റ് പൊസിഷൻസിലുള്ള ബ്ലെസ്സിങ്സ്, അതുപോലെ ക്രൈസ്റ്റ് എന്നിൽ വരുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് ബ്ലെസ്സിങ്സ്. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ക്രിസ്തുവിൽ ഞാനുള്ളപ്പോൾ എനിക്ക് അവകാശമായി ലഭിക്കുന്ന ധനം, ക്രിസ്തുവിൽ ഞാനുള്ളപ്പോൾ എനിക്ക് അവകാശമായി ലഭിക്കുന്ന ധനം അതെന്താണ്? ശരിക്കും നമ്മൾ അവിടെയാണ് തുടങ്ങേണ്ടത് മാരേജ് ലൈഫിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. കേട്ടോ, നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇതെല്ലാം പഴയ ക്ലാസ്സിൻ്റെ ബാക്കാണ്. ഇപ്പം ഞാൻ പുതുതായിട്ട് പെട്ടെന്ന് ഫാമിലിയെക്കുറിച്ചുള്ള പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ ഭയങ്കര പാടാത്. കാരണം പരിജ്ഞാനത്തിൻ്റെ മുകളിലാണ് നമ്മൾ പണിയപ്പെടുന്നത്. എന്ത് വേണം? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന എൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നത് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് നമ്മൾക്ക് വളരെയധികം ധനമുണ്ട്. വി ആർ വെരി റിച്ച് ഇൻ ക്രൈസ്റ്റ്. കഴിഞ്ഞ ദിവസം അവസാനം ഒരാൾ ചോദിച്ച ചോദ്യമാണ്, വാട്ട് ആർ ദ റിച്ചസ് ഇൻ ക്രൈസ്റ്റ്? ഓർമ്മയുണ്ടോ? അപ്പോൾ എഫേസ്യ ലേഖനം 1 മുതൽ 14 വരെ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ധനമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ധനം ഒന്ന് കാണാൻ സഹായിക്കണമെന്നാണ് ഈ പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിലെ ധനം കാണുന്ന സ്പീഡിൽ നമുക്ക് സ്വർഗത്തിലെ ധനം കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ സങ്കല്പിക്കുക, വിചാരിക്കുക ഞാൻ സ്വർഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന്. പക്ഷെ ആത്മാവ് വെളിപ്പെടുത്തി തരാതെ അതുകൊണ്ടൊരു മോഹം ഉണ്ടാകാൻ പറ്റില്ല. ശ്രദ്ധിച്ചോ? നമുക്ക് സ്വർഗത്തിൽ ഞാൻ പോകും, അവിടെ പാട്ട് പാടും ഒക്കെ ചെയ്യും, നമുക്കിവിടെ പാടാൻ പറ്റും. പക്ഷേ ആ ഒരു കൊതി, ആ ഒരു തിടുക്കം ഉണ്ടാകണമെങ്കിൽ ആത്മാവ് തന്നെ അതിൻ്റെ ഭംഗി കാണിച്ചു തരണം. അകത്ത് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ആ ഫസ്റ്റ് ടേസ്റ്റ് ആത്മാവ് നമുക്ക് തരുന്നില്ലെങ്കിൽ നമുക്കതൊരു കൊതിയായി മാറില്ല. നമുക്കതൊരു ബുദ്ധിപരമായൊരു ഐഡിയ, ഞാൻ പോകും എന്ന് ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ, അതൊരു തീവ്ര അഭിലാഷമായി മാറണം. അതിനെയാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബിക്കം യുവർ ക്രേവിങ്, ദാറ്റ് ഷുഡ് ബിക്കം യുവർ ഗ്രോണിങ്. അത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രാർത്ഥന അതാണ്. കർത്താവെ, ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ഇവർ എന്താശയ്ക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഇവരൊന്ന് കണ്ട് മനസ്സിലാക്കി അത് പരിജ്ഞാനത്തിൽ ഒരു വെളിപ്പാടായി ലഭിക്കണം. അല്ല ചുമ്മാ അത് കണ്ടു ഇത് കണ്ടു പാമ്പിനെ കണ്ടു ഇങ്ങനത്തെ വെളിപ്പാടല്ല. ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകി അവരെ എന്താശ കൊടുത്താണ് വിളിച്ചിരിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അത് കാണണം. ഹൗ റിച്ച് യു ആർ എന്ന് കാണണം. പറയരുത് ഭാര്യയോടോ ഭർത്താവിനോടോ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പറയരുത് യു ആർ വെരി റിച്ച്, യു ക്യാൻ ലവ് ഈവൻ എ ക്രിമിനൽ, യു ക്യാൻ ലവ് ഈവൻ യൂദാസ്, യു ആർ ദാറ്റ് മച്ച് റിച്ച്. നിങ്ങൾക്ക് ക്രിസ്തു തന്ന ധനം വെച്ച് നോക്കിയാൽ ലോകത്തുള്ള ഏത് ദുഷ്ടനെ സ്നേഹിക്കാം. കാരണം ദാറ്റ്സ് ദ റിച്ച്നെസ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ഒരിടത്തും ഇന്നാഡിക്കേറ്റ് അല്ല, ഷോർട്ട് സപ്ലൈ അല്ല, ക്ഷമിക്കാൻ പറ്റിയാലെന്ന് പറയാൻ പറ്റില്ല. വി കനോട്ട് റിഫ്യൂസ് ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അവൻ്റെ കൽപ്പനകൾ നമുക്ക് അനുസരിക്കുന്ന കാര്യത്തിൽ നിന്ന് റിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യു ഹാവ് ബീൻ പ്രൊവൈഡഡ് വിത്ത് സോ മച്ച് റിസോഴ്സസ് ആൻഡ് റിച്ചസ്. അപ്പോൾ ആ ധനം എന്താണെന്ന് നിങ്ങൾ കാണുക എന്നുള്ളതാണ് ഫസ്റ്റ്. അത് ഇൻ ക്രൈസ്റ്റ് പൊസിഷനാണ്.
എന്നാൽ ആ ധനം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ കണ്ടാൽ പോരാ, അത് നമ്മളിലൂടെ റിഫ്ലക്റ്റ് ആവണം, മറ്റുള്ളവരും കൂടെ അറിയണം. അതിന് ക്രിസ്തു എന്നിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിലായാൽ മാത്രം പോരാ, ക്രൈസ്റ്റ് ഹാസ് ടു കം ആൻഡ് ഡ്വെൽ ഇൻ മീ. എൻ്റെ ഉള്ളിൽ ക്രിസ്തു വന്ന് വസിക്കണം. അത് വന്ന് വസിക്കുന്നത് വിശ്വാസത്താലാണ്. ഐ ബിലീവ് ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. അപ്പം നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാനുള്ള ഓപ്ഷൻ കുടുംബത്തിനകത്തുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. അതിലൊരു ഓപ്ഷൻ കാഴ്ചയാൽ എന്നുള്ളതാണ്. കാഴ്ചയാൽ ജീവിച്ച് കഴിയുമ്പം അറ്റ്മോസ്ഫിയർ ഇസ് വെരി ബാഡ്, ഇറ്റ്സ് വെരി ഹോട്ട്, ഓക്കെ, മേ ബി സിറ്റുവേഷൻസ് ആർ വെരി ടഫ്, വി ആർ മാനേജിങ് വെരി ഡിഫിക്കൽട്ട് പീപ്പിൾ, അവർ മാരേജസ് ഇൻ ഹാസ് ഹിറ്റ് റോക്ക് ബോട്ടം, ഒന്നും ശരിയാകുന്നില്ല. അതാണ് കാഴ്ച. കാഴ്ചയാലുള്ള ലൈഫ് യുക്തിയാലുള്ള ലൈഫാണ്. യുക്തി കംസ് ഫ്രം ദ ദേഹി. ആ ലൈഫിൽ പ്രോബ്ലംസേ ഉള്ളൂ. ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ ഫുൾ ഓഫ് പ്രോബ്ലംസാണ്. അൺമാനേജബിൾ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടാകാം. പക്ഷെ വി ആർ നോട്ട് ലിവിങ് ബൈ സൈറ്റ് ബട്ട് വി ആർ ലിവിങ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ഈ കാഴ്ചകളൊന്നും കാണുന്നില്ല, കാണാത്തത് മാത്രമേ കാണുന്നുള്ളൂ. കാണാത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഹു ലിവ്സ് ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ. ഇത് ഫെയ്ത്തിൻ്റെ റിസൾട്ടാണ്. ഇഫ് യു ആർ ഹാവിങ് ഫെയ്ത്ത്, you will see it's no longer you but Christ who lives in you. Galatians chapter 20 verse 2 verse 20. Galatians chapter 2 verse 20. Galatians chapter 2, ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദാറ്റ്സ് ഇൻ കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചപ്പോൾ ദാറ്റ് വാസ് ഇൻ പാസ്റ്റ് ടെൻസ്. ഭൂതം. ഈ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഭൂതം എന്ന് വിളിച്ചിരിക്കുന്ന കറക്റ്റാണ്. കാരണം ഈ പഴയകാലം കുത്തിപ്പൊയ്ക്കൊണ്ടുവരുന്നവരെല്ലാം ഈ ഭൂതത്തിൻ്റെ ഒരു സ്വഭാവമാണ് അത്. ഓക്കെ, എനിവേ, പാസ്റ്റ് ടെൻസിലാണ് എഫേസ്യ ലേഖനത്തിൽ അത് കാണുന്നത്, പാസ്റ്റ് ടെൻസിലാണ് റോമാലേഖനം 6:6 അത് കാണുന്നത്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദാറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പെട്ടിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടു എന്നല്ല, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഐ എം കണ്ടിന്യൂസ്ലി എക്സ്പീരിയൻസിങ് ദാറ്റ് ക്രോസ് ഓൺ മൈ ഫ്ലഷ്. എന്ന് പറഞ്ഞാൽ എടുത്തു ചാടാവുന്ന എൻ്റെ ഫ്ലഷിനെ ഞാൻ തുടർച്ചയായി ഈ ക്രൂശിക്കപ്പെട്ടവനായി കാണുന്നു. ദാറ്റ്സ് എ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ്. ഞാനൊരു മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ ക്രൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയാം എൻ്റെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇന്നത് ഭാര്യ ആയിരിക്കാം, നാളെ ഇത് വേറെ ആരെങ്കിലും ആയിരിക്കാം, നാളെ വേറെ എന്തെങ്കിലും സാഹചര്യമായിരിക്കാം, ബട്ട് ഇൻവേരിയബിളി യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ക്രോസ്. അത് ഓരോ ദിവസവും മാറി മാറിയിരിക്കും. പക്ഷേ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുള്ള ഫെയ്ത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഫൈൻഡ് ourselves always powerless to do anything because we are crucified. ക്രൂസിഫൈഡ് ആയി കഴിഞ്ഞാൽ പ്രത്യേകത എന്താ? നമ്മുടെ ബുദ്ധിയില്ല, അബലമാണ്. നമ്മൾ ക്രൂശി കിടന്നുകൊണ്ട് വേദന അനുഭവിച്ച് അടിയും കൊണ്ട് രക്തം ഒഴുക്കിക്കൊണ്ടാണോ നമ്മൾ എങ്ങനെയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ആലോചിക്കാൻ പറ്റുമോ? ആ സമയത്ത് പറ്റുമോ? ഞാൻ ഒരു സഹോദരി വിശ്വാസി വന്ന്, ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് സ്റ്റോറി പറഞ്ഞത് എനിക്ക് തോന്നുന്നു, വളരെ ഇൻറ്റൻസായിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞു, ഷി വാസ് ഫേസിങ് സോ മച്ച് സിക്നെസ് ഇൻ ഹെർ ബോഡി വൺ ഡേ, ഫീവർ ആൻഡ് ലെഗ് പെയിൻ, ആൻഡ് ഷി വാസ് ഷീസ് എ നഴ്സ്, നഴ്സിംഗ് ദ പേഷ്യൻസ്. അപ്പോൾ സാധാരണഗതിയിൽ ഷീ ഡസ് ഇറ്റ് ഇൻ സോ മച്ച് ലവ്. പുള്ളിക്കാർ പറയുന്നത്, ഞാനല്ല ക്രിസ്തു അത്രയെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ പേഷ്യൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. സോ ഒന്ന് ടച്ച് ചെയ്താൽ മതിയെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രൈസ്റ്റിൻ്റെ ആ റിഫ്ലക്ഷൻ, ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ എന്നുള്ള റിഫ്ലക്ഷനാണ്. എന്നിട്ട് ആ ഭയങ്കരമായ അസ്വസ്ഥതയും രോഗവും ശരീരത്തിലുണ്ടായിരുന്നപ്പം പുള്ളിക്കാർ പറയും, എനിക്ക് അങ്ങനെ എക്സ്പ്രസ്ഡ് ആവാൻ പറ്റുന്നില്ല, കാരണം ഐ ആം ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ് ഇൻ മീ. പിന്നെ കർത്താവ് ചോദിച്ചു, ക്രൂശിൽ അത്രയും ഇറിറ്റേഷൻ്റെ നടുവിൽ ഞാൻ എങ്ങനെയാണ് ക്ഷമിച്ചത്, സ്നേഹിച്ചത്? അതാണ് നിൻ്റെ അടുത്ത പാഠം. അപ്പോൾ പുള്ളിക്കാർ പറയാം, ശരിയാണ്, ഇറിറ്റേഷൻ, അതായത് ജീവൻ പോകുന്ന പെയിനിനിടയിൽ ഒരാളെ ശുശ്രൂഷിക്കുക, സ്നേഹിക്കുക, വേറെ ആളുകളെക്കുറിച്ച് ആലോചിക്കുക, അവരുടെ സുഖത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് ദാറ്റ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ ശരിക്കും നമ്മൾ ക്രൂസിഫൈഡ് ആകുമ്പോൾ വി ആർ ഹെൽപ്ലെസ്, വി ആർ ബൗണ്ട് ടു തിങ്ക് ഓൺലി അബൌട്ട് അവേഴ്സെൽസ്. പക്ഷേ അത് നമുക്ക് പറ്റത്തില്ല. കാരണം സപ്പോസ് വി ആർ ഓൺ ദ ക്രോസ് വിത്ത് ക്രൈസ്റ്റ്, വി ആർ നോട്ട് ഇൻ പെയിൻ ബട്ട് വി ആർ ഹെൽപ്ലെസ്, നെവർത്തലെസ്. കാരണം നമ്മുടെ ആ പെയിൻ ഇല്ല, കാരണം പെയിൻ എല്ലാം വഹിക്കുന്ന കർത്താവാണ്. പക്ഷേ വി ആർ ഫങ്ഷണലി, നമുക്കിങ്ങനെ പറയാൻ വേണമെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ 4 മറുപടി പറയാം, പക്ഷെ 4 മറുപടി പറയാൻ പറ്റുന്നില്ല, മരിച്ചു. കാരണം ആ ബുദ്ധി എനിക്ക് അബലമായിപ്പോയി. ഫ്ലഷ് സങ്കല്പിച്ചെടുത്തിരിക്കുന്ന ബുദ്ധി എനിക്ക് അബലമായിപ്പോയി. എനിക്കത് യൂസ് ആകുന്നില്ല, എനിക്കത് പ്രയോജനമായി വരുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു കൈ വലിച്ചു പറിച്ചെടുത്ത് ആ കൈ അങ്ങ് മുറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ട് അടുത്ത ആണി എടുക്കാൻ ശ്രമിക്കാം, പക്ഷേ ഒന്നും പ്രയോജനമാകുന്നില്ല. ഐ ഡൈഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്കുള്ള ഫാക്കൽറ്റീസ്, എനിക്ക് ഔട്ടർ മാനിൽ ഞാൻ നേടിയ ധനം, എൻ്റെ മനുഷ്യരുടെ മുമ്പിലുള്ള എൻ്റെ റെപ്യൂട്ടേഷൻ,
ആൾക്കാർ എന്തു പറയുമെന്നുള്ള ചിന്ത, ഇതെല്ലാം ഫ്ലഷിൽ നിന്ന് വരുന്നതാണ്. ആ ഒരു സാധനം മരിച്ചു, മീൻസ് ദാറ്റ്സ് നോ മോർ ഫങ്ഷണൽ. ഇപ്പോൾ എനിക്ക് ഒത്തിരി പരാതികളുണ്ടായിരിക്കും എൻ്റെ കുടുംബത്തിൽ, അവരെന്നോട് ഇങ്ങനെ പെരുമാറി ഇതിങ്ങനെ അല്ലായിരുന്നു. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ഫങ്ഷൻസ്. എൻ്റെ പഴയ മനുഷ്യൻ ഫങ്ഷൻ ചെയ്യുന്നില്ല. എനിക്ക് മറുപടി പറയാൻ വാക്കുകളില്ല. ചത്തു, ഡെഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് വി പ്രാക്ടീസ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ബെറ്റർ ആകാൻ പറ്റിയാൽ നമ്മൾ ആദ്യത്തെ ബൈബിൾ സ്റ്റഡീസിൽ കണ്ടു. ഒരു കാരണവശാലും യു ക്യാനോട്ട് ഇംപ്രൂവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കൗൺസിലിംഗ് ടെക്നിക്കുകളിലൂടെ ചില സ്വഭാവ ദൂഷ്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് യു ക്യാൻ നെവർ ബിക്കം ഹോളി ബൈ കൗൺസിലിംഗ്, നെവർ ബിക്കം ഹോളി ബൈ ഡിസിഷൻ മേക്കിംഗ്. ദ ഓൺലി വേ ഈസ് ടു ഡൈ വിത്ത് ക്രൈസ്റ്റ്. അത് ഒറ്റ പ്രാവശ്യം മരിക്കുന്നുള്ളൂ. ഇറ്റേണലി ദർ ഇസ് ഓൺലി വൺ ഡെത്ത്. വൈൽ വി ആർ കൺഫസിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, വി സീ അവർ സെൽസ് പെർമനൻ്റ്ലി ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അതാണ് ഗലേഷ്യൻസ് 2:20 പറയുന്നത്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നല്ല, 2000 വർഷങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഐ റിമെയിൻ ഓൺ ദാറ്റ് ക്രോസ്. കാരണം നമ്മളെ സംബന്ധിച്ച് പുനരുത്ഥാനം പ്രാപിക്കുന്ന, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നത് പഴയ ജഡത്തിലല്ല, പുതിയ മനുഷ്യനിലാണ്. പഴയ ജഡം ഈസ് ഓൾവേസ് എക്സ്പീരിയൻസിങ് ഡെത്ത് ആൻഡ് പുതിയ മനുഷ്യൻ ഈസ് ഓൾവേസ് എക്സ്പീരിയൻസിങ് ലൈഫ്. അടുത്ത വാക്യം, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഐ ആം ഡിസ്ഫങ്ഷണൽ, നോൺ ഫങ്ഷണൽ, ഓൺ ദ ക്രോസ്, ഹെൽപ്ലെസ്, ഹാപ്ലെസ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ട്രാപ്ഡ്, നോ റിസോഴ്സ് അവൈലബിൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല, മറുപടിയില്ല, റീസൺസ് ഇല്ല, യുക്തിയില്ല, ഒന്നുമില്ല, എല്ലാത്തിനോടും ചത്തു. പിന്നെ ഹൂ ലിവ്സ് ഇൻ മീ, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. യേശുവാണ് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ അതിങ്ങനെയാണ്, ഹെബ്രായ ഭാഷയിൽ ഇങ്ങനെയും പറയാം, ആ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു പ്രയോജനമില്ലാത്ത കഥകൾ. ഈ ഗ്രീക്കും ഹീബ്രു ഒക്കെ നല്ലപോലെ എക്സിജേറ്റ് ചെയ്തായിരുന്നെങ്കിൽ അത് ഭയങ്കര റിസോഴ്സാണ്. യു വിൽ കോൾ മീ എ സ്കോളർ. പക്ഷെ അതിനോട് ചത്താലേ എനിക്ക് ആത്മാവ് എന്ത് പറയുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മോശമല്ല, സ്കോളർഷിപ്പ് ഈസ് നോട്ട് ബാഡ്, യു നീഡ് ടു നോ ഓൾ ദോസ് തിങ്സ് ഇഫ് യു വാണ്ട് ടു നോ. പക്ഷേ നമ്മൾ ആത്യന്തികമായി ആ റിസോഴ്സസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ വി ആർ എലൈവ് ടു അവർ റിസോഴ്സസ്. ഞാൻ അതിനെയല്ല, കർത്താവ് ഞാനിതാ ഒരു മണ്ടനായി നിൽക്കുന്നു, യു ടോക്ക് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡിപ്പെൻഡ് ഓൺ ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അങ്ങനെ ചുമ്മാ ആത്മാവിലെന്നും പറഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഷുഡ് ബി തറോ ഓൺ ദ ഫൗണ്ടേഷൻസ്. ആ ഫൗണ്ടേഷൻസിൽ നമ്മൾ എത്തിയിട്ടില്ല. ഡോക്ട്രിനൽ ടീച്ചിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് സിൻ, ഹൂ ഈസ് ഗോഡ്, വാട്ട് ഈസ് സാൽവേഷൻ, വാട്ട് ഈസ് റിപ്പൻറ്റൻസ്, ന്യൂ ടെസ്റ്റാമെൻറ്റിലെ റിപ്പൻറ്റൻസ് എന്താണ്, ഓൾഡ് ടെസ്റ്റാമെൻ്റ് റിപ്പൻറ്റൻസ് എന്താണ്, ഞാൻ എങ്ങനെയാണ് അനുദിനം മരിക്കുന്നത്, എന്താണ് എൻ്റെ ഭാവി, എൻ്റെ നീതീകരണം എന്താണ്, തേജസ്കരണം എന്താണ്, വിശുദ്ധീകരണം എന്താണ്, എങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആകുന്നത്, ആ പെർഫെക്ഷൻ ഞാൻ എങ്ങനെയാണ് അനുഭവിക്കേണ്ടത്, ഇതെല്ലാം അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ജീവിതത്തിൻ്റെ ഡീപ്പർ ലെസൺസിലേക്കും പോകാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എവറി ചൈൽഡ് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ്, എവറി ന്യൂ ബിലീവർ ഷുഡ് ബി ട്രെയിൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ് ഓഫ് ദ ബൈബിൾ. അത് അറിഞ്ഞിരിക്കണം നമ്മൾ എന്ത് വിശ്വസിക്കുന്നു. ഹൂ ഈസ് ഗോഡ്, ഹൂ ഈസ് ക്രൈസ്റ്റ്, ഹൂ ഈസ് ദ ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞ ദിവസം ഒരു ആരോ ചോദിച്ചു വാട്ട് ഈസ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഈ ആത്മാവ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഹൂ ഈസ് ദ സ്പിരിറ്റ് അങ്ങനെ ചോദിക്കുകയുള്ളൂ, അല്ലേ? കാരണം അത് വ്യക്തിയാണ്, ഒരു വസ്തുവല്ല. നമുക്ക് ആത്മാവിനൊരു വസ്തുവായ ശക്തിയായി കാണാൻ പറ്റില്ല. ഹീസ് എ പേഴ്സൺ. ക്രിസ്തു ആരാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അവനെ വർഷിപ്പ് ചെയ്യുമ്പം ഫ്രൈഡേ വന്ന് മോർണിംഗ് വന്ന് അവനെ കർത്താവേ സ്തോത്രം എന്ന് പറയുമ്പോൾ ഞാൻ ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, അവൻ്റെ നേച്ചർ എന്താണ്, അവൻ ആരാണ് യഥാർത്ഥത്തിൽ, അവൻ എന്തുമാത്രം ആരാധന അർഹിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ 10,000-ലൊന്നും ഒരു അർപ്പിക്കുന്നില്ല, എന്നിട്ടും എനിക്ക് കൈവേദനയാണ്. ഹൗ ഹെൽപ്ലെസ് ആയാം ഞാൻ, എനിക്ക് മതിയെന്ന് തോന്നുവാണ്, എനിക്ക് വീട്ടിൽ പോകണം തോന്നുവാണ്. ബട്ട് ഹീ കമാൻഡ് സോ മച്ച് വർഷിപ്പ്, ഹീ ഡിസേർവ് സോ മച്ച് ഓഫ് ഓണർ. നമ്മൾ അറിഞ്ഞിരിക്കണം ആരെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആഫ്റ്റർ വി ആർ തറോ വിത്ത് ദ ഫണ്ടമെൻ്റൽസ് വി സ്റ്റാർട്ട് ലിവിങ് ബൈ ദ സ്പിരിറ്റ്. ഈ ലിവിങ് ബൈ ദ സ്പിരിറ്റ് എന്നുള്ളത് തന്നെ പെന്തക്കോസ്തുകാർക്ക് ഒരു വലിയ പങ്കിന് അബദ്ധം പറ്റിയത്. കാരണം അവർ അടിസ്ഥാനങ്ങളില്ലാതെയാണ് ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയത്. പലരും, എല്ലാവരും അല്ല, പലരും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് അവരെ ക്രിസ്തുവിലേക്ക് നടത്തുന്നതിന് പകരം ഫെനോമെനനിലേക്കാണ് നടത്തിയത്. അതായത് ആത്മാവ് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറി വരും എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരാൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറി വരും. ഞാൻ പറഞ്ഞു കണ്ടോ? പുള്ളിക്കാരും ഞാൻ കണ്ടില്ല, പ്രവാചകി കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രവാചകയല്ലേ കണ്ടത്, നിങ്ങൾക്കത് കാണാത്ത കാര്യമാണ്. അപ്പോൾ കാണാത്ത കാര്യത്തിൻ്റെ എവിഡൻസാണ് എന്ത്? വിശ്വാസം. അപ്പോൾ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? കാണാത്ത പാമ്പിൽ വിശ്വസിക്കുന്നു. അവർ നിങ്ങൾക്കൊരു വിശ്വാസം തന്നിരിക്കുന്നു, നിങ്ങളുടെ വീട്ടിലൊരു പാമ്പുണ്ട്. മനസ്സിലായോ? പിന്നെ അവർ വിചാരിച്ചാൽ ഈ പാമ്പ് പോവില്ല.
അവർ വിചാരിച്ചാലും പോവില്ല. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കാലം തട്ടി വിചാരിക്കുക ആ പാമ്പാണ് ഇതിന് കാരണം. യു ഹാവ് ബിക്കം എ സ്ലേവ് ഓഫ് ഫിയർ. നിങ്ങൾ ഭയത്തിൻ്റെ ഒരടിമയായി മാറി. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെയാണ് ഈ ആത്മാവിൻ്റെ ചിന്തകൾ ഇന്ന് പോകുന്നത്. ഒന്നുകിൽ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രോമിസസ് തന്ന് അട്രാക്റ്റ് ചെയ്യുക. ഇങ്ങനെയൊന്നും അല്ല ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ വി വിൽ ഓൾവേസ് ബി ലെഡ് ടു ദ കോർ ഓഫ് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ സെൻറ്ററിലേക്കാണ് ആത്മാവ് നമ്മൾ എപ്പോഴും കൊണ്ടുപോയി ചെല്ലുന്നത്. കണ്ടിന്യൂസ്ലി ദ ഹോളി സ്പിരിറ്റ് റിവീൽസ് ടു അസ് ഹൂ ക്രൈസ്റ്റ് ജീസസ് ഈസ്. ഗലാത്യർ 2:20 വായിച്ചു. വിൽ ടേക്ക് ദാറ്റ് ആസ് എ ഫൗണ്ടേഷൻ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള. അപ്പം നിങ്ങൾ പറയും ഞാൻ മരിച്ചു ക്രൂശിലാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ജീവിതമെന്ന് ആൾക്കാർ ചോദിക്കും, നീ മരിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അല്ലല്ലോ, നിങ്ങൾ ക്രിസ്തുവിനെയാണോ കണ്ടത് ഇത്രയും നാൾ? ചേസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനല്ലേ കണ്ടത്, അല്ലേ? ഇപ്പോൾ പൗലോസ് ചോദിക്കുകയാണ് ക്രിസ്തു ആ ജീവിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അപ്പം ഞങ്ങൾ ക്രിസ്തുവിനെ അല്ലല്ലോ കാണുന്നത്, ഞങ്ങൾ കാണുന്ന ഒരു മനുഷ്യനിൽ നടക്കുന്നതാണല്ലോ. അപ്പോൾ പൗലോസ് പറയാം, ഞാനാ ഇവിടെ ഇരിക്കുന്നതെന്നുള്ള സത്യമാണെങ്കിലും വിശ്വാസത്തിൽ ഞാൻ പിടിച്ചെടുത്തിരിക്കുന്ന ജീവിതം എൻ്റെ അല്ല, യേശുവിൻ്റെയാണ്. അവൻ എനിക്ക് തന്ന ജീവനാണ് ഞാൻ അത് ജീവിക്കുന്നത്. ദാറ്റ്സ് ദ ലൈഫ് ദാറ്റ് ഐ എം ലിവിങ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ ഞാൻ പിടിച്ചെടുത്തിരിക്കുന്ന ജീവിതം എൻ്റെ അല്ല, ഞാൻ പിടിച്ചെടുത്തിരിക്കുന്ന ജീവിതം യേശുവിൻ്റെയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ യേശുവിനെ നേടേണ്ടതിനും. അതിനകത്ത് ഇംഗ്ലീഷിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്, ടു ബി ഫൗണ്ട് ഇൻ ഹിം, അവനിൽ കാണപ്പെടേണ്ടതിനും. അവനിൽ കാണപ്പെടേണ്ടതിനും. അപ്പം പൗലോസ് നേരത്തെ ഒത്തിരി ലിസ്റ്റിലുണ്ട്. ഈ ചർച്ചിൽ ഏറ്റവും നീതിമാനായ ആളെന്ന് കൈവക്കിക്കേ. ഇവിടെ പൗലോസ് ഉണ്ടായിരുന്നേ ഉറപ്പായിട്ടും കൈവയ്ക്കാന്. കാരണം അവൻ ന്യായപ്രമാണം എല്ലാം പൂർത്തിയാക്കിയവന്. എബ്രായരിൽ ജനിച്ച എബ്രായൻ, ഇതെല്ലാം പറഞ്ഞ ലിസ്റ്റ്. എബ്രായരിൽ ജനിച്ച എബ്രായരെല്ലാം കൈവക്കിക്കേ പൗലോസ് ഉണ്ട്. ജന്മനാ സിറ്റിസണായിട്ട് റോമൻ സിറ്റിസണായിട്ട് മാറിയ ആൾ കൈവക്കിക്കേ പൗലോസ് ഉണ്ട്. എല്ലാ ലിസ്റ്റിലും പൗലോസ് ഉണ്ട്. നല്ല കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൊക്കി എന്താ പൊക്കാതെ? എല്ലാവരും നല്ല കുടുംബത്തിൽ പറഞ്ഞവരല്ലേ? എല്ലാ ആദമിൻ്റെ കുടുംബം എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാത്തിലും കൈവക്കൊണ്ടിരുന്ന പൗലോസ് പറയാണ്, ഞാനിതിനെല്ലാം ചവർന്ന് കാണുന്നു. അപ്പോൾ ഭാര്യയുടെ കുടുംബമാണോ ഭർത്താവിൻ്റെ കുടുംബമാണോ വലുത്? പെട്ടെന്ന് പറഞ്ഞേ. രണ്ടും ചവറ, രണ്ടും ആദമിക് ചവറ കേട്ടോ. ഈ ചവറ നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് പറയുന്നത്, ഞങ്ങളുടെ കുടുംബക്കാർ നോക്ക് എന്ത്. അങ്ങനെ പറഞ്ഞു പോയാൽ യു ആർ നോട്ട് ഇൻ ക്രൈസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഭയങ്കര അപകടകരമായ പഴയ വേസ്റ്റിനെ പിന്നെയും പറക്കിയെടുക്കുക. നമ്മൾ വിചാരിക്കും ചുമ്മാ പറയുന്നതെന്ന്. ചുമ്മാ പറയുന്നതല്ല, ആ വേസ്റ്റിനോടുള്ള അട്രാക്ഷൻ അത്. സന്തോഷമായല്ലോ? അപ്പോൾ ഈ റിസോഴ്സസ്, നമ്മുടെ പഴയ മനുഷ്യൻ്റെ റിസോഴ്സസ് വിൽ കം ബാക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ ടു അസ്. ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. അത് ഞാൻ പിടിച്ചെടുക്കുന്ന ജീവിതമാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്ന ജീവിതം. അതൊരു വലിയ സ്ട്രഗിളാണ്. അപ്പോൾ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും, ഇതാണോ ക്രിസ്തുവിൻ്റെ ജീവിതം? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലല്ലോ, ശരിയാണ്. ഇതെപ്പോഴും സ്ലിപ്പായിക്കൊണ്ടിരിക്കും. യു നീഡ് സമ്മൺ ഹു ഓൾവേസ്. എൻ്റെ ഭാര്യ ഒരിക്കലും എന്നെക്കുറിച്ച്, എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല. അപ്പോൾ സാധാരണ എല്ലാവരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഷീ ഫോളോസ് ഇറ്റ്, ലിസൺസ് ടു ഇറ്റ്, എൻജോയ്സ് ഇറ്റ്. പലരോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നോട് മാത്രം പറയില്ല. അപ്പം ഞാൻ ഇതെന്താണ് എന്നോട്. പിന്നെ മനസ്സിലായത്, അങ്ങനെ ഒരാളുണ്ടെങ്കിലേ ഞാൻ വീണ്ടും എക്സാം ഉണ്ടാവത്തുള്ളൂ. ക്രിട്ടിക്കലായിട്ട് എന്നോട് ചോദിക്കും, പ്രസംഗിക്കുന്നവരെ തന്നെയാണോ വീട്ടിലും? ഒന്ന് നോക്കിക്കേ. അങ്ങനെ ചോദിക്കാൻ ഒരാളുള്ളത് വലിയ കാര്യം. എപ്പോഴും ഭർത്താവിന് ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുറ്റങ്ങൾ കാണാൻ പറ്റില്ല. ഐ നീഡ് ടു സീ മൈസെൽഫ്. എൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറയുന്നത്, ദെയർ ഷുഡ് ബി സമ്മൺ ഹു വിൽ ഷോ മീ ഹു ഐ ആം റിയലി. അത് കാണിക്കാൻ ആളില്ലെങ്കിൽ യു വിൽ അഗെയിൻ സ്ലിപ്പ് ബാക്ക് ടു യുവർ ഓൺ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫൗണ്ടേഷൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഈ വിവാഹ ജീവിതത്തിൽ നിന്ന് എക്സാമിൻ ചെയ്യാൻ ശ്രമിക്കാം. ഈ ക്രിസ്ത്യൻ ഫൗണ്ടേഷൻസിൽ നിന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ദെൻ ഇറ്റ് ഇസ് നോട്ട് മോറൽ ടീച്ചിങ്. വി ആർ ടീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് വിസ്ഡം. അതായത് വിവാഹ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ തമാശ പറഞ്ഞിരിക്കണം, സമയം ഇങ്ങനെയൊന്നും അല്ല അതിൻ്റെ ക്രിസ്ത്യൻ അപ്രോച്ച്. ക്രിസ്ത്യൻ അപ്രോച്ച് എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണ്. ദാറ്റ്സ് ബേസിക്കലി വാട്ട് വി ആർ ട്രൈങ് ടു ഗിവ്. അതിനകത്ത് തമാശ ഉള്ളത് തെറ്റല്ല, കൂട്ടുകൂടിയിരിക്കുന്നത് തെറ്റല്ല, വർത്തമാനം പറയുന്നത് തെറ്റല്ല. നത്തിങ് ഈസ് ബാഡ് ഇഫ് ബോത്ത് ഓഫ് യു എഗ്രി ഇൻ ക്രൈസ്റ്റ്. ഇഫ് യു ക്യാൻ എഗ്രി ടു സംതിങ് ഇൻ ക്രൈസ്റ്റ്, ദാറ്റ്സ് നോട്ട് ബാഡ്. പക്ഷേ ക്രിസ്ത്യൻ മാരേജ് ലൈഫിൻ്റെ പ്രിൻസിപ്പിൾസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ കൗൺസിലിംഗ് പ്രിൻസിപ്പിൾസ്, ബട്ട് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ട്രൂത്ത് ഓഫ് ദ ബൈബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വിവാഹത്തിൻ്റെ ഫങ്ഷൻസ്.
എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, കല്യാണം കഴിക്കാൻ പറഞ്ഞു. എന്തിനാ കർത്താവേ? ഇതെനിക്ക് വളരെ നാളുള്ള ഉത്തരവില്ലായിരുന്നു, സത്യം പറഞ്ഞ ഉത്തരവില്ലായിരുന്നു. എന്തിനാണ് എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞത്? ഐ ഡിഡ്ന്റ് നോ, ബട്ട് ഐ ന്യൂ ഐ ഹാഡ് ടു മാരി. ഫിസിക്കലി നോക്കിയാൽ, അല്ലെങ്കിൽ ലോകപരമായിട്ട് നോക്കിയാൽ, ദർ ആർ മെനി റീസൺസ്. ബട്ട് വാട്ട്സ് ദ റീസൺ ഫോർ ക്രൈസ്റ്റ് ടു ആസ്ക് മീ ടു ഗെറ്റ് മാരീഡ്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ലോകത്തിലൊരു വിവാഹം നടന്നില്ല, ദാറ്റ്സ് അനദർ തിങ്. അതിന് അവരുടെ മോട്ടീവ്സ് ഉണ്ട്. പക്ഷെ ദൈവം നമ്മോട് എന്തിനാണ് വിവാഹം ഒരു വിശുദ്ധമായ കാര്യമാണെന്നും അത് വിലക്കരുതെന്നും അത് എല്ലാവർക്കും മാന്യമെന്നും പറയാൻ കാരണം എന്താണ്? വൈ ഈസ് ഗോഡ് ആസ്കിങ് us ടു മാരി? അതിനകത്ത് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലാത്തത്? എന്താ കുഴപ്പം? ഒറ്റയ്ക്കിരുന്ന് എന്താ കുഴപ്പം? ഡിസീവ്ഡ്. ആദം ഒറ്റയ്ക്കിരുന്നപ്പോഴല്ല ഡിസീവ് ആയത്, ഹൗവ വന്ന ശേഷമല്ലേ ഡിസീവ് ആയത്. അന്ന് ആദം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാണ് ഒറ്റയ്ക്കിരുന്നോളായിരുന്നു. ഞാൻ ചോദിക്കുന്ന സത്യം, നമ്മൾ കല്യാണം കഴിക്കുന്ന കാര്യമല്ല. ഈ ആദം ഒറ്റയ്ക്കിരുന്നപ്പം ദൈവം എന്തിനാ ആദമിനൊരു തുണ വേണമെന്ന് ദൈവം തീരുമാനിച്ചത്? ലോൺലിനെസ് ഒരു ഫാക്ടറാണ്. പക്ഷെ സത്യത്തിൽ എന്നോടൊന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ലോൺലിനെസ് കർത്താവ് പറഞ്ഞത്. കാരണം എന്തെങ്കിലും ഒരു ടയർഡ്നെസ്സോ ജീവിതത്തിലൊരു ഭാരമോ വന്നാൽ ഇതൊന്ന് പറയാനും ഒന്ന് കരയാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒരാൾ എപ്പോഴും കൂടെ നടക്കുന്ന കാര്യം നല്ലതാണല്ലോ. അതാണ് ഒരു പ്രൈമറി തിങ്. ഈസ് ദർ എനിത്തിങ് എൽസ്? പറയാം. എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? ഫെലോഷിപ്പ് നമ്മൾ പറഞ്ഞു. ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫെലോഷിപ്പ് ഒരു വലിയ കാര്യമാണ് അതിനകത്ത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ അതിനെ ഒന്ന് നിർവചിച്ച് സംസാരിക്കാം. പറഞ്ഞു എന്തിനാ ഇത് എനിക്ക് വളരെ നാളായിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്രിസ്ത്യൻ മീൻസ് എന്താ. ഞാനൊരു ദിവസം നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ, ആരാ പറഞ്ഞ, ബ്രദർ പറഞ്ഞ പോലെ, ഞാൻ കയ്യിലൊന്നും കരുതാതെയായി പ്രസംഗിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഫ്രീഡമാണ്. കർത്താവിനോട് സംസാരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യത്തിൽ. ഞാൻ ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കർത്താവ് ഒന്നും പറഞ്ഞില്ല എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങിപ്പോവും. അപ്പോൾ നാണക്കേടോ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനോട് ചുമ്മാ അത് ഇതും പറയുന്നത്? യു ആർ നോട്ട് ഹിയർ ടു ലിസൺ ടു ഫിലോസഫീസ്. കർത്താവിനോട് സംസാരിക്കുന്നില്ല, ഞാൻ അപ്പം തന്നെ നിർത്തി അവിടെ പോയിരിക്കും. പിന്നെ നിങ്ങൾ എന്നെ വിളിക്കണ്ട, വേണ്ട. ഇഫ് ഗോഡ് ഈസ് നോട്ട് ആസ്കിങ് മീ ടു പ്രീച്ച്. അപ്പം ഞാൻ ഇങ്ങനെ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രീച്ച് ചെയ്യാൻ തുടങ്ങിയത് ഒരു കല്യാണത്തിൻ്റെ എന്നാണ്. അത് ആന്ധ്രയിലൊരു കല്യാണം നടക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിലൊരു പയ്യനാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവരുടെ കല്യാണം വില്ലേജിലാണ്, ഞങ്ങൾ ടൗണിലാണ് ചർച്ച്. അപ്പം വില്ലേജിൽ വേറെ പാസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് കല്യാണം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. ഇപ്പോൾ വിവാഹം എല്ലാം ഒരുങ്ങി, പാട്ടും പാടി, 2 പാട്ടൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ പാസ്റ്ററും, അത് വില്ലേജിലെ പാസ്റ്ററും പെണ്ണിൻ്റെ പാസ്റ്ററും കൂടെ ചെറുക്കനെ പെണ്ണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു നല്ല പിള്ളേരാണ്, ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ട് അറിയാം. സൺഡേ സ്കൂളിലുണ്ടായിരുന്നു, യൂത്ത് വൈപ്പിയിൽ അവിടെ ഇല്ല, എക്സാമ്പിൾ ഇതിലെല്ലാം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആൾക്കാർ കൊള്ളാം നല്ല പിള്ളേരെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ട്രാൻസ്ലേറ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പോൾ അടുത്ത ഈ പാട്ടിന് ശേഷം നമ്മൾ വചനം ശ്രദ്ധിക്കാമെന്ന് ഒരാൾ അനൗൺസ് ചെയ്തു. അപ്പം വചനത്തിന് മുമ്പുള്ള പാട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ കസേരയിലിരിക്കുമ്പം എൻ്റെ അടുത്തിരുന്ന ട്രാൻസ്ലേറ്ററിനോട് ചോദിച്ചു, എന്തൊക്കെയാണ് പറയുന്നത്, വചനമെന്ന് എനിക്കൊന്ന് പറയാമോ? കാരണം പുള്ളിക്ക് ഒത്തിരി നെർവസ് ആയിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പം ഇംഗ്ലീഷിൽ ഞാൻ പറയണം, പുള്ളി തെലുങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ചെന്ന വർഷം അതിൻ്റെ പിറ്റേ വർഷം അപ്പം ഐ കുഡ് നോട്ട് സ്പീക്ക് തെലുഗ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ ഇരിക്കുന്നത്. പുള്ളി എന്താ പ്രശ്നം? എനിക്ക് എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം മൈ മൈൻഡ് ഹാസ് ഗോൺ ബ്ലാങ്ക്. വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റേണ്ടതല്ലേ? പക്ഷെ ആ കസേരയിലിരിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല. ആകെ വരുന്നത് ദൈവം അവരെ ആദിയിൽ സ്ത്രീയും പുരുഷനായി സൃഷ്ടിച്ചു, അവരൊരു ശരീരമായി തീരുന്നു മാത്രമല്ലാതെ വേറെ ഒരു വാക്യം. അത് 1 മണിക്കൂർ പറയാൻ പറ്റുമോ? 40 മിനിറ്റ് പറയാൻ പറ്റുമോ? ഒരു കഥ പോലും ഓർമ്മ വരുന്നില്ല, ഒരു ക്രോസ് റെഫറൻസ് പോലും ഓർമ്മ വരുന്നില്ല, ഫുള്ളി ബ്ലാങ്ക്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എന്തായി പറയുന്നത്, ഈ പാട്ട് കഴിയുമ്പം ചെല്ലണം, ഒരു കുറിപ്പടി പോലും ഇല്ല. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പം അനൗൺസ്മെൻ്റായി. ഞാൻ രണ്ടും കൽപ്പിച്ച് ബൈബിളായിട്ട് ഫ്രണ്ടിലോട്ട് നടക്കും. എന്താ പറയേണ്ടത് അറിയാൻ വയ്യ. പിന്നെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അന്നല്ല എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കർത്താവ് എന്നോട് പറയുമെന്ന് എനിക്കൊരു പാഠം ഉണ്ടായിരുന്നുകൊണ്ട് ഭയപ്പെട്ടിട്ടില്ല. പല പ്രാവശ്യം
പക്ഷെ അന്ന് എനിക്ക് ഒരു പിടിയിലായിരുന്നു. ഞാൻ സ്റ്റേജിലോട്ട് നടക്കുക, അപ്പോൾ കർത്താവിൻ്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഇങ്ങനെയായിരുന്നത്, എല്ലാം മറന്നേക്ക്, ഞാൻ നിന്നോട് പറയുന്നത് അതുപോലെ പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഓ, ഭയങ്കര സന്തോഷം. കർത്താവേ നീ പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജിലോട്ട് കയറുന്നത്. എന്താ പറയാൻ പോകുന്നതെന്നും അറിയാൻ മേല. ആദ്യമേ ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ഈ 2 പേരിവിടെ വിവാഹം കഴിക്കാൻ പോകുന്നവരെക്കുറിച്ച് അവരുടെ പാസ്റ്റർമാർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. പക്ഷേ ആ വളരെ നല്ല അഭിപ്രായം ശരിയായൊരു അഭിപ്രായമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ നല്ല മനുഷ്യരല്ല. പെട്ടെന്ന് ആൾക്കാർ സൈലൻ്റായെന്ന് മാത്രമല്ല, എൻ്റെ ട്രാൻസ്ലേറ്റർ വെള്ളം കുടിച്ചു പോയി. പുള്ളി വിചാരിച്ച് ഇയാൾക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. പുള്ളി ഞാൻ ഇവർ നല്ല ആൾക്കാരല്ലെന്ന് പറയുമ്പം പുള്ളി തിരിച്ച് ഇവർ നല്ല ആൾക്കാരാണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പം എനിക്ക് തെലുങ്ക് മനസ്സിലാവും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിർത്ത്, എന്താ ഞാൻ പറയുന്ന പോലെ പറ. അയാൾ പറഞ്ഞു, എന്തായി പറയുന്നേ? ഞാൻ പറഞ്ഞു, മിണ്ടാതെ ഞാൻ പറയുന്ന പോലെ പറ. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, ഇവരെ കല്യാണം കഴിക്കാൻ ഞാൻ വിടാനൊരു കാരണമുണ്ട്. വിവാഹത്തിലെ ജീവിതത്തിൽ ഉരസലിലൂടെ മാത്രം വെളിയിൽ വരുന്ന ചില ഗുണമില്ലാത്ത സ്വഭാവങ്ങൾ ആർക്കും അറിയാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിപ്പുണ്ട്. ദേഷ്യപ്പെടുന്ന, പകയുള്ള, അല്ലെ കരുതി വെച്ച് ആക്രമിക്കുന്ന പല സ്വഭാവങ്ങൾ നമ്മൾ ആരെയും കാണിച്ചിട്ടില്ല, അപ്പനമ്മയ്ക്കും പോലും അറിയത്തില്ല. പക്ഷെ ഒരാൾ കൂടെ വന്ന് താമസിക്കുമ്പോൾ ഇത് കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുരുത്തക്കേടുകൾ ഇവരുടെ ഉള്ളിലുള്ളത് അവർ പരസ്പരം കണ്ടുപിടിക്കും, വെളിയിൽ കൊണ്ടുവരും. അവരൊന്നിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കും. ഒരു വിശുദ്ധീകരണം നടന്ന് ക്രിസ്തുവിൽ തികഞ്ഞവരായി അവർ ദൈവത്തിന് മുമ്പിൽ ചെല്ലാൻ വേണ്ടിയാണ് ഈ വിവാഹം. അല്ലാതെ സാരി ഉടുത്ത്, നല്ല സാരി മേടിച്ച് കൊടുത്ത് അവിടെ ഇവിടെയും കറങ്ങി നടന്ന് എൻജോയ് ചെയ്യാനല്ല ദൈവം ഇവരെ കൂട്ടിമുട്ടിച്ചിരിക്കുന്നത്. ഇവരെ കൂട്ടിമുട്ടിച്ചിരിക്കുന്നത് ഇവർ 2 പേരുടെയും പാപങ്ങളിൽ നിന്ന് ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതിനിങ്ങനൊരു കൂട്ട് ആവശ്യമാണ്. ഇത് കർത്താവ് എന്നോട് അവിടെ വെച്ചാണ് പറയുന്നത്. ഇതിനു വേണ്ടിയാണ് കല്യാണം കഴിപ്പിച്ചത്. അടുത്തത്, നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് തോന്നുകയാണെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് പറ്റിയ ഭാര്യയല്ല കിട്ടിയത്. ഞാനങ്ങനെ സ്റ്റേജിൽ പറഞ്ഞു. ചിലപ്പം വലിയൊരു പങ്ക് ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അപ്പോഴും അർത്ഥം ഈ ആളെ വിശുദ്ധീകരിക്കാൻ നിങ്ങളുടെ കൂടെയുള്ളൊരു ഫെലോഷിപ്പാണ് ദൈവം കണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ഇയാളെ നിങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്തും വിടാൻ സാധിക്കില്ലായിരുന്നു. അതും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ ഫോർ സാങ്ക്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പൗസസിനെ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ ബന്ധത്തിലൂടെ എങ്ങനെ യേശുക്രിസ്തുവിനെ പോലെ ആകാം എന്ന വിശുദ്ധീകരണം സംഭവിക്കാൻ വേണ്ടിയാണ് ലോകത്തിൽ ദൈവം എന്തു യൂണിയനും പ്ലാൻ ചെയ്യുന്നത്. അതല്ലാതെ വേറൊരു ഉദ്ദേശവും ദൈവത്തിനില്ല. അവൻ്റെ ഉദ്ദേശമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, എവറി മാരേജ് ഹാപ്പൻസ് ബൈ ഗോഡ്സ് വിൽ ടു സാങ്ക്ടിഫൈ അസ്. അത് ഈ സാങ്ക്ടിഫിക്കേഷൻ ഒരിക്കലും ഒരു സ്മൂത്ത് ലെവലിൽ നടക്കുക. സപ്പോസ് യുവർ വൈഫ് എഗ്രീസ് ടു വാട്ട് എവർ യു സേ, പെർഫെക്റ്റ്ലി സബ്മിസീവ് വൈഫ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല, ഇന്നേ വരെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. പെർഫെക്റ്റ്ലി സബ്മിസീവായിട്ടൊരു വൈഫ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും ക്ഷമ പഠിക്കില്ല. നിങ്ങൾ ഒരിക്കലും വേദന എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ ഒരിക്കലും താഴേണ്ടത് എവിടെയാണെന്നും ലജ്ജിക്കേണ്ടത് എവിടെയാണെന്നും മനസ്സിലാവുകയില്ല. ഇതെല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ക്ഷമയില്ലാത്തവനാണെങ്കിൽ ക്ഷമ പഠിപ്പിക്കുന്ന ഒരു ഭാര്യയെ ദൈവം കൊടുത്തേ പറ്റുള്ളൂ. ഹി ഹാസ് ടു ലേൺ ദാറ്റ് പേഷ്യൻസ്. അപ്പം അപൂർണരായ വ്യക്തികളെ ക്രിസ്തുവിൽ പൂർണ്ണരാക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന അനേകം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരെ, സ്ത്രീയെയും പുരുഷനെയും ഒന്നായി യോജിപ്പിച്ച് ഒരു കുടുംബത്തിലാക്കുന്നു. എന്നിട്ട് പറയാണ്, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും കയറ് പൊട്ടിക്കരുത്. എന്താണെന്നറിയോ? കയറ് പൊട്ടിച്ച വിശദീകരണത്തെ നമ്മൾ ക്യാൻസൽ ചെയ്തു. കേട്ടോ, മനസ്സിലായോ? എന്തിനിങ്ങനെ കെട്ടിയിട്ടേക്കുന്നതെന്നറിയോ? ഒരു തരത്തിലും ഊരാൻ പറ്റില്ല. ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ആരെ കിട്ടിയാലും സ്തോത്രം ചെയ്ത് ജീവിച്ചോണം. കാരണം ദാറ്റ് ഈസ് യുവർ വേ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. സന്തോഷം ഉണ്ടോ? വിവാഹബന്ധം ശാരീരികമായി അവർ ഒന്നായി കഴിഞ്ഞാൽ നോ വൺ ക്യാൻ സെപ്പറേറ്റ് ദം. കാരണം അവരെ ദൈവം ഒന്നായി പ്രഖ്യാപിച്ചാൽ അതിനർത്ഥം എന്ത് പ്രതിസന്ധി ആയാലും നിങ്ങളെ വിശദീകരിക്കാൻ അത് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നതും നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. സബ്മിഷൻ പഠിക്കാൻ വേണ്ടിയാണ്. ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും പുരുഷന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സബ്മിഷൻ എന്ന് പറയുന്നത് ഇല്ലാതെ, കീഴടങ്ങാതെ ഒരു മനുഷ്യനും വിശദീകരിക്കപ്പെടാൻ പറ്റില്ല. ഇന്ന് നമുക്ക് സുവിശേഷ ഗോളത്തിൽ ഒത്തിരി ഒറ്റയാന്മാരുണ്ട്. അവരാർക്കും കീഴടങ്ങുന്നവരല്ല. അവരെ നിയന്ത്രിക്കാൻ ഒരു സഭയോ
ഒരു ശുശ്രൂഷകരുടെ നേതൃത്വമോ ഇല്ല. അവരൊറ്റയാന്മാരായി നടക്കുന്നു. തെറ്റ് പറ്റിയാൽ പറ്റുന്നു, ആർക്കും അവരെ തിരുത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ദാസന്മാരായി പ്രവർത്തിക്കാൻ കഴിയില്ല. എവ്രി മാൻ ഷുഡ് ബി അണ്ടർ അതോറിറ്റി. ഞങ്ങളിത് ഞങ്ങളുടെ സഭയിൽ ആന്ധ്രയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറയാം. അത് ഇവിടെ പറഞ്ഞാൽ നിങ്ങളിത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്. ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ എവരിവെയർ. ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം, ഞങ്ങൾക്ക് അവിടെ 2 ശുശ്രൂഷകരുണ്ടായിരുന്നു. ഒന്ന് ഞാനും വേറൊരു സഹോദരൻ. ഞങ്ങൾ തമ്മിലൊരു ആശയക്കുഴപ്പമുണ്ടായി. ഒരു ചെറിയ ഈശാപോശയുണ്ടായി, ഒരു വഴക്കെന്ന് പറയാൻ പറ്റില്ല, അഭിപ്രായ വ്യത്യാസം. സ്ത്രീകൾ സഭയിൽ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുകയോ പാസ്റ്ററായിട്ടിരിക്കുകയോ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് സ്ത്രീ സഭയിൽ പഠിപ്പിക്കുകയോ പാസ്റ്ററായിട്ടിരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പഴഞ്ഞ ആശയമാണ്, പൗലോസിൻ്റെ കൾച്ചറാണ്. ഞാൻ പറഞ്ഞു പൗലോസ് കൾച്ചർ ഈസ് ബെറ്റർ ദാൻ ചേസസ് കൾച്ചർ. ബിക്കോസ് പൗൾ ഈസ് ആൻ അപ്പോസിൽ, ഹി ക്യാൻ സേ എനിത്തിങ്, ഐ ഹാവ് ടു ഒബേ. കാരണം പൗലോസിൻ്റെ അപ്പോസ്റ്റലിക് അതോറിറ്റി പറയാണ് പുരുഷന്മാർ മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞാൽ കേട്ടേ പറ്റുള്ളൂ. കാരണം ഹീ ഈസ് അപ്പോസിൽ പോൾ ആൻഡ് ഐ ആം ജസ്റ്റ് ചേസ്. ഒരു ജസ്റ്റ് ചേസിന് അപ്പോസ്റ്റലിനായ പൗലോസിനേക്കാളും ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോസ്തലൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കൾച്ചറായാലും ശരി, അത് മണ്ടത്തരം നമുക്ക് തോന്നിയാലും ശരി, ദാറ്റ് ഹാസ് ബൈൻഡിങ് അതോറിറ്റി ഓവർ ടീച്ചിങ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഞാനതങ്ങനെ വിശ്വസിച്ചു. അപ്പോൾ പുള്ളി അത് സമ്മതിക്കില്ല. എന്ത് ചെയ്ത് സമ്മതിക്കാതായി കഴിഞ്ഞപ്പം ഞങ്ങൾ എവിടെ ബൈബിൾ സ്റ്റഡിക്ക് കൂടിയാലും 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വിഷയമാവും. ആൾക്കാർ മടുത്തു, ഞങ്ങളെയും കൊണ്ട് ഞങ്ങളുടെ സഭയിലെ വിശ്വാസികൾ മടുത്തു. ആലോചിച്ച് നോക്കി, അവരെ പഠിപ്പിക്കുന്നവരാണ്, മടുത്തു. അവസാന സഭയിലെ യങ് ബ്രദേഴ്സ്, അത് 25-28 വയസ്സുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഇനി ഒരു നോട്ടീസ് തരുന്നവരെ നിങ്ങൾ 2 പേര് സഭയിൽ മിണ്ടരുത്. നിങ്ങൾക്ക് ഞാൻ എന്ത് ചിന്തിച്ചാണോ ആയിരിക്കും. അപ്പം നിങ്ങൾക്കറിയോ, എനിക്ക് അന്നുണ്ടായ സന്തോഷം ഞാൻ തുറന്നു പറയുക. അന്ന് എനിക്കുണ്ടായ സന്തോഷം എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു എന്നുള്ളതായിരുന്നു. ദേ നോ ഹൗ ടു റൺ എ ചർച്ച്. ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് പീപ്പിൾ, ദേ ആർ അഫ്രൈഡ് ഓഫ് ഓൺലി ഗോഡ്. അതെനിക്ക് മനസ്സിലായി. അവർ പറഞ്ഞു ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കട്ടെ, ഞങ്ങൾ വചനം നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം എന്ത് വേണം. നിങ്ങൾക്കറിയാമോ, 6 ആഴ്ച 1.5 മാസം ചർച്ചിൽ വരും, അവിടെ ഇരിക്കും, അവർ പ്രസംഗിക്കും, ഞങ്ങൾ കേൾക്കും. ഇതാണ് ചർച്ചിൻ്റെ അതോറിറ്റി. എവിടെ പോയാലും വി നീഡ് ടു ബി അണ്ടർ അതോറിറ്റി. ഇപ്പോൾ എൻ്റെ എറണാകുളത്തുള്ള ചർച്ച് പറയുകയാണ്, ചേസ് പാസ്റ്റർ പ്രസംഗിക്കുന്ന പോലെയല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ ഇനി പ്രസംഗിക്കേണ്ടെന്ന് അവരൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിൽ ഒരു പുൾപിറ്റിലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഐ ഹാവ് ടു സെറ്റിൽ ഇറ്റ് വിത്ത് മൈ ലോക്കൽ ചർച്ച് ഫസ്റ്റ്. അവരവിടെ അതഴിച്ചില്ലെങ്കിൽ ഐ ഹാവ് നോ അതോറിറ്റി ടു പ്രീച്ച് ബിഫോർ. കാരണം അവർക്ക് എന്നെ അറിയാവുന്നവർ, എന്നെ പരിശോധിച്ചറിയുന്നവർ, എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ വൈഫ്, എൻ്റെ സഭ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ, ഇഫ് ദേ ഡോണ്ട് ഗിവ് മീ എ ഗുഡ് ക്രെഡൻഷ്യൽസ്, നോ വെയർ എൽസ് ഐ ക്യാൻ പ്രീച്ച്. കാരണം ദാറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്, ദാറ്റ്സ് ഓൺ മൈ പേഴ്സണൽ കപ്പാസിറ്റി. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ലോകത്തിലെല്ലാ മനുഷ്യരും സബ്മിഷനിലൂടെ ഹംബിൾനെസ് പഠിക്കണം. പിന്നെ കല്യാണത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും വിഷമമുള്ളൊരു വാക്യമാണ് തിമോത്തിയോസിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നത്, സ്ത്രീകൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും, അവർ പഠിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. ഒന്ന് വായിക്കാവത്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം, 1 തിമോത്തി chapter 2. ഞാൻ എടുക്കാം, ഒരു നിമിഷം. നിങ്ങൾ കണ്ടോ അത്? അത് 11-ാം വാക്യം, സ്ത്രീ മൗനമായിരുന്നു, പൂർണ്ണ അനുസരണത്തോടും കൂടി പഠിക്കട്ടെ, മൗനമായിരിക്കാനുള്ള ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാൻ. ഇതാ പറഞ്ഞു, ടീച്ചിങ് ആൻഡ് ലോഡിങ് ഓവർ. അതായത് പാസ്റ്ററെ പോലെ ഒരാൾ സഭയിൽ ഇത്തിരി എന്താ പറയുന്നത്, ആവശ്യമില്ലാത്ത ശബ്ദം ഉണ്ടാക്കി അവിടെ ഇരിക്കുക എന്ന് പറയുന്ന അതിനെയാണ് ഈ അതോറിറ്റി എന്ന് പറയുന്നത്. അത് പുരുഷന്മാരെടുക്കാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകൾ അങ്ങനെ കൽപ്പിക്കരുത് എന്നാണ്. സോ എ ലോഡിങ് ഓവർ പൊസിഷൻ ഉണ്ടാകാൻ പാടില്ല. അടുത്ത വാക്യം, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവർ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇതെങ്ങനെ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നത്? അതെനിക്ക് പണ്ട് ഒട്ടും ക്ലിക്കാകാത്തൊരു കാര്യമാണ്. പിന്നെ മനസ്സിലായത് 2 നല്ല പിള്ളേരുണ്ടെങ്കിൽ അത് മതി ഒരാൾ വിശദീകരിക്കപ്പെടാൻ. മനസ്സിലായോ? അവരെ പഠിപ്പിക്കുമ്പം, അവരെ വളർത്തുമ്പോൾ നമ്മൾ ഇല്ലാത്ത ക്ഷമ പഠിക്കും, അല്ലേ? അത് ആ പിള്ളേരെ വളർത്തുന്നതിലൂടെയാണ്. ഈ പല സ്ത്രീകളും ഭയങ്കര ബഹളക്കാരായി നടന്നവരെല്ലാം ഒതുങ്ങിപ്പോകുന്ന 2 പിള്ളേരുണ്ടായി കഴിയുമ്പോഴും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അത് ഈ ജഡത്തെ ട്രാപ്പ് ചെയ്യാനുള്ള വേറൊരു പരിപാടി. 1-2 മഹാകുസൃതികളായ 2 പിള്ളേരെ കൊടുക്കുക.
ദേ ആർ ഗോൺ. അപ്പോൾ ഇതെല്ലാം ഈ പഴയ മനുഷ്യൻ മരിക്കാൻ അങ്ങനെയുള്ള ക്രൂശുകളും എന്തെങ്കിലുമൊക്കെ വേണം. വി നീഡ് ടു ബി അണ്ടർ അതോറിറ്റി, വി നീഡ് ടു ബി അണ്ടർ ഒബ്ലിഗേഷൻ, വി നീഡ് ടു ബി ഡൂയിങ് സംതിങ്. അത് ഞാൻ പറഞ്ഞ പിള്ളേർ വലിയ ബാഗും പറഞ്ഞു വിടുന്നത് എന്തിനാ? ആ ബാഗും പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇമാര് ചിന്തിക്കരുത്. ഹോംവർക്കിനെ കുറിച്ചൊക്കെ ചിന്തിച്ചോണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹോംവർക്കിനെ കുറിച്ച്, നാളെ ടീച്ചർ അടിക്കുന്ന അടിയെക്കുറിച്ച് ആലോചിച്ചോണം. അല്ലാതെ വേറെ മനസ്സിനെ ചുമ്മാ വിട്ടാൽ വളർന്നു വരുമ്പോൾ വേണ്ടാത്ത വികാരങ്ങളുടെ ബഹളമായിരിക്കും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഡിസിപ്ലിനിങ്ങിൻ്റെ ഭാഗമാണ്. വി ഷുഡ് ഓൾവേസ് ബി അണ്ടർ ഒബ്ലിഗേഷൻ, വി ഷുഡ് ഓൾവേസ് ബി വർക്കിംഗ്, വി ഷുഡ് ഓൾവേസ് ബി ബിസി, വി ഷുഡ് ബി ഓൾവേസ് അണ്ടർ ഗോഡ് ആൻഡ് അണ്ടർ അതോറിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വിവാഹത്തിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റിയാണ്, അതായത് പരസ്പരം ഉത്തരവാദിത്വം. ഈ വിവാഹത്തിന് വേറൊരു ഡിവൈനായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ട്. എന്തിനാണ് കല്യാണം എന്നുള്ള ചോദ്യത്തിന്. ആദം ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ല? നിങ്ങൾ പറയായിരിക്കും ഈവിൽ ചിന്തകൾ. ആദമിന് ഈവിൽ ചിന്തകൾ വരാറായിട്ടില്ല. വെളിയിൽ നിന്ന് വരണം പ്രലോഭനം. യേശുവിന് വെളിയിൽ നിന്നാണ് പ്രലോഭനം വന്നത്, അകത്തുനിന്നല്ല. യേശുവിന് അകത്തുനിന്ന് പ്രലോഭനം വന്നില്ല, വെളിയിൽ നിന്നാണ് വന്നത്, അല്ലേ? യേശുവിന് അകത്ത് പാപമില്ലായിരുന്നു, വെളിയിൽ നിന്നാണ് പ്രലോഭനം വന്നത്. എന്നാൽ ആദമിന് പാപം ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, വെളിയിൽ നിന്ന് പാപം വന്നു, അവൻ വെളിയിൽ നിന്നാണ് വന്നത്. നമുക്ക് വെളിയിൽ നിന്ന് വരുന്നുണ്ടോ? നമുക്കകത്തുനിന്ന് വരുന്നത്. നമുക്ക് എല്ലാ നമ്മുടെ പരീക്ഷിക്കാൻ പിശാച് അടുത്ത് വന്ന് കണ്ടിട്ടുണ്ട് ഇന്നവരെ? ഇല്ല. അപ്പോൾ ആദം ഒറ്റയ്ക്കിരുന്നാൽ അവൻ ഈവിൽ ചിന്തകളൊന്നും അന്ന് വരില്ലായിരുന്നു. ഹി വാസ് നോട്ട് എ ഫോളൻ ബീങ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം ആദം ഒറ്റയ്ക്കിരിക്കേണ്ടതെന്ന് പറഞ്ഞെന്നറിയോ? അത് ത്രിയേകത്വവുമായി ബന്ധപ്പെട്ടൊരു തത്വമാണ്. ത്രിയേകത്വവുമായി ബന്ധപ്പെട്ടൊരു തത്വം. അതുകൊണ്ടാണ് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മളോട് പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ ആദമിന് ദൈവം കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പോലെ ഡീപ്പ് അല്ലെങ്കിലും, അത്രയും ഡെപ്തിലേക്ക് പോകാൻ ആദമിന് കഴിയില്ലായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ഒരു സ്നേഹം ആദമിന് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം അവനൊരു ലിവിങ് ബീയിങ് ആയിരുന്നു, ലിവിങ് സോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവനുള്ള എന്തുവാ? ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹമല്ല. ഈ ദേഹി എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നർത്ഥം. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ആദം ജീവനുള്ള ഒരു പ്രാണനായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ ജീവനില്ലാത്ത പ്രാണനുമുണ്ട്, ജീവനുള്ള പ്രാണനുമുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവനുള്ള പ്രാണൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന, ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കുന്ന, ദൈവത്തോട് കണക്ഷനുള്ള പ്രാണനെയാണ് ജീവനുള്ള പ്രാണൻ എന്ന് പറയുന്നത്. കാരണം ദൈവത്തെ അറിയുന്നതാണ് ജീവൻ, നന്മതിന്മകളെ അറിയുന്നത് മരണമാണ്. ഓർക്കുന്നുണ്ടോ പഴയ ക്ലാസ്? ഒന്നാമത്തെ ദിവസം ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചവനായ യേശുക്രിസ്തുവിനെയും അറിയുന്നത് ജീവനും, നന്മ തിന്മകളുടെ തിരിച്ചറിവിൽ ജീവിക്കുന്നത് മരണവുമാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും നല്ലതേത് ചീത്തയേതെന്ന് നോക്കി ജീവിക്കുന്നത് മരണവും, യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കുന്നത് ജീവനുമാണ്. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർ ക്ലിക്കായോ അത് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ പറയണോ? നമ്മൾ ഏത് സാഹചര്യത്തിലും യുക്തി വെച്ച് നോക്കി നല്ലതേത് ചീത്തയേത് നോക്കി ജീവിക്കുന്നെങ്കിൽ നമ്മൾ മരണം എന്ന തത്വത്തിൻ്റെ അടിയിലും, കർത്താവെ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ജീവനുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ജീവനുള്ളവരും പലപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം മരണത്തിൻ്റെ തത്വങ്ങളാണ്. അത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ കുറവാണ്. വിശുദ്ധീകരിക്കപ്പെടുന്തോറും നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ കാഴ്ചയിൽ നിന്നും വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ? അപ്പോൾ ദൈവത്തിൻ്റെ കൃപാധനം ആദമിനേക്കാൾ കൂടുതൽ നമുക്കുള്ളത് കേട്ടോ. എന്തുകൊണ്ടെന്നറിയോ? ആദമിന് ദൈവത്തിൻ്റെ ശക്തി മാത്രമേ അറിയുള്ളൂ. ദൈവം സൃഷ്ടികർത്താവായിട്ട് അവനറിയാം, മനോഹരമായി പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനെന്നറിയാം, അവൻ്റെ എക്സിസ്റ്റൻസിന് കാരണം ദൈവമാണെന്നറിയാം. പക്ഷെ ആദമിന് ദൈവത്തിൻ്റെ ബലഹീനത അറിയത്തില്ല. എന്താ ദൈവത്തിൻ്റെ ബലഹീനത? ആർക്ക് പറയാം? ആർക്ക് പറയാം? നമ്മളോടുള്ള അവൻ്റെ സ്നേഹമാണ് അവൻ്റെ ബലഹീനത. എന്ന് പറഞ്ഞാൽ നമ്മളെ അവന് വിടാൻ പറ്റുന്നില്ല. എന്തു പാപം ചെയ്തിട്ടും, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തു പാപം ചെയ്തിട്ടും ഈ മനുഷ്യനെ വിടാൻ ദൈവത്തിന് പറ്റുന്നില്ല. പഴയ നിയമം നോക്കി എത്ര പ്രാവശ്യം ദൈവം മനുഷ്യനോട് പറയുക, 6 ദിവസം നീ ഇഷ്ടമുള്ളത് ചെയ്തോ, 7-ാം ദിവസമെങ്കിലും നീ എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്തായിരിക്കും ആ സ്നേഹം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധിക്കുക, എന്നിട്ട് കൽപ്പന കൊടുത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ. സ്നേഹമാണോ അത്? ഭയങ്കര സ്നേഹമാണ്. മനുഷ്യൻ സ്നേഹത്തിലല്ല ചെയ്യുന്നത്, അടികിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അവന് സ്നേഹമില്ല. അപ്പോൾ ദൈവം ഭയങ്കര സ്നേഹത്തിലാണ് വിളിക്കുന്നത്, ബാ എൻ്റെ അടുത്ത് വന്നിരിക്കുക. നമുക്ക് അവനോട് സ്നേഹമില്ല, നമ്മൾ നമ്മുടെ പണിയായിട്ട് നടക്കുക.
കാരണം അവൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പോലുമുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല. അപ്പോൾ ആദമിൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദമിന് കൂട്ടായ്മയുടെ കുറവുണ്ടായിരുന്നു വെച്ചാൽ ഇല്ലായിരുന്നു എന്ന് വേണേൽ പറയാം. തുണയുടെ കുറവുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ വലിയ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാൻ ആരും ഇല്ലായിരുന്നു ആദമിന്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നാം എന്ത് പ്രാപിക്കുന്നുണ്ടോ അത് വിതരണം ചെയ്യപ്പെടാൻ നമ്മുടെ ചുറ്റും ആളുകൾ വേണം. സ്നേഹം ഈസ് സ്നേഹം ഓൺലി വെൻ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ്. അതുകൊണ്ടാണ് നമുക്കൊരു ത്രിയേക ദൈവമുള്ളത്. ഈ ത്രിയേക ദൈവം എന്ന് പറയുന്നത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ദൈവമാണ്. അതുകൊണ്ട് പറഞ്ഞു പിതാവ് എന്നെ സ്നേഹിച്ച പോലെ. കാരണം പിതാവിന് സ്നേഹമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ്. അവിടെ പുത്രൻ ഇല്ലെന്ന് വിചാരിച്ചോ നിത്യതയിൽ? ഗോഡ് ഈസ് നോട്ട് ലവ്. ദൈവം സ്നേഹമാണെന്ന് നമുക്ക് നിത്യതയെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇൻ നിത്യത ഗോഡ് വാസ് എലോൺ ആൻഡ് ഹിസ് ലവ് ഡിഡ് നോട്ട് വർക്ക് ബിക്കോസ് ദെയർ വാസ് നോ വൺ ടു റിസീവ് ദാറ്റ് ലവ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ എല്ലാ ദൈവിക ഗുണങ്ങളും, ഇപ്പം അഗപ്പെ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഫോമുണ്ട്. ആ ഫോമിനകത്താണ് കരുണ എല്ലാം ഉള്ളത്. ഒരു വലിയ പാക്കേ അത്. നമുക്ക് കരുണ എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? കരുണ തോന്നുമ്പോൾ നമുക്ക് സ്നേഹം കൂടെ തോന്നുന്നില്ലേ? ഇല്ലേ? കുറച്ച് ഇല്ലേ? അപ്പോൾ ലോകത്തിലുള്ള ഏത് നീതിപ്രവൃത്തി, പരോപകാരമായാലും ക്ഷമയായാലും ഇതിനകത്തെല്ലാം എന്തുണ്ട്? അപ്പോൾ അഗപ്പെ എന്ന് പറയുന്ന വലിയ ഒരു പാക്കറ്റിനകത്ത് എന്തെല്ലാം ഉണ്ട്? ഈ ഫലം എല്ലാം ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിരിക്കുന്ന എന്താ? ആ അഗപ്പയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? സ്നേഹമുണ്ട്, കരുണയുണ്ട്, ജീവൻ കളയാനുള്ള സ്നേഹം, അങ്ങേയറ്റം വലിയ കഠിന പാപങ്ങൾ ക്ഷമിക്കാനുള്ള ദയ, കരുണ, ഇതെല്ലാം ഉണ്ട് ദൈവത്തിന്. പക്ഷേ ഇത് ആദമിന് ഇതിലെല്ലാം ഒന്നും മനസ്സിലാവില്ല. കാരണം ആദം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. വീണു പോകുമ്പം കർത്താവ് ഒന്ന് വലിച്ചെടുക്കുന്ന സ്നേഹം ആദമിന് അറിയാൻ പറ്റില്ല. പക്ഷെ അവൻ അറിയാവുന്ന, ദൈവത്തെ അറിയാവുന്ന ഒരു തലമുണ്ട്. അത് അവൻ എവിടെ പരീക്ഷിക്കണം? ആർക്ക് കൊടുക്കണം? ഇവൻ്റെ തുണയായി വരുന്ന ആൾക്കത് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തിനാണ് ദൈവം ആദമിനെ ഹവ്വയെ കൊടുത്തത്? ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൃപകളുടെ കമ്മ്യൂണിക്കേഷൻ, ദൈവത്തിൻ്റെ അഗപ്പയുടെ കമ്മ്യൂണിക്കേഷൻ. ഇന്ന് വിവാഹത്തിൽ ജനങ്ങളെ ദൈവം ഒന്നിപ്പിക്കുന്നത് അവൻ്റെ അഗപ്പയുടെ കമ്മ്യൂണിക്കേഷൻ വർക്കിംഗ് ആകാൻ വേണ്ടിയാണ്. ആ സൈക്കിൾ പൂർത്തിയാകാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾ റിസീവ് ചെയ്താൽ മാത്രം പോരാ, അത് അനർഹർക്ക് കൊടുക്കുകയും കൂടെ ചെയ്യണം. നിങ്ങളുടെ കൂടെ വരുന്നയാൾ അനർഹനാണ്, അർഹതയില്ലാത്തവനാണ്. അർഹതയില്ലാത്തടത്ത് ദൈവം പറക്കിയെടുത്തതാണ്. ആ അർഹതയില്ലാത്തവരെ നിങ്ങളുടെ കൂടെ വിട്ടിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ അഗപ്പെ സ്നേഹം, കരുണയും ക്ഷമയും പരോപകാരവും എല്ലാം അടങ്ങിയ ആനന്ദവും എല്ലാം അടങ്ങിയ ആ ഒരു ബൊക്കെ ഓഫ് ലവ്, അഗപ്പെ പങ്കുവെക്കപ്പെടാൻ വേണ്ടിയാണ് ഈ കുടുംബങ്ങളെ ദൈവം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പങ്കുവെച്ചെങ്കിൽ മാത്രമേ ഈ സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ സ്നേഹം ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ലവ് ക്യാൻ ബി നോൺ ഓർ എക്സ്പീരിയൻസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ്. അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ സ്നേഹം പതുക്കെ ഇല്ലാതായിപ്പോവും. നിങ്ങളൊന്ന് ആലോചിക്കുക, വളരെ നാളുകളായിട്ടൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ പതുക്കെ ബന്ധങ്ങൾ ഇല്ലാതായി കുറഞ്ഞ് ദാറ്റ് ബിക്കംസ് അൺഇമ്പോർട്ടൻറ്റ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് ഒബ്സലറ്റ് അല്ലേ? പിന്നെ അത് വേണ്ട എന്ന് നമുക്ക് ചിന്ത വരും. അപ്പോൾ വി നീഡ് ടു ബി കണ്ടിന്യൂസ്ലി ഇൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഗോഡ്സ് വെർച്യൂസ്. പ്രിയ സഹോദരങ്ങളെ, ഇത് ലോകപരമായ സന്തോഷങ്ങളുടെ ചാക്രിക പ്രവാഹമല്ല. ദാറ്റ്സ് നോട്ട് എ സൈക്കിൾ ഓഫ് എർത്ത് ബ്ലെസ്സിങ്സ്, ബട്ട് വിവാഹം എന്ന് പറയുന്നത് ദാറ്റ്സ് എ സൈക്കിൾ ഓഫ് ഹെവൻലി ബ്ലെസ്സിങ്സ് റിസീവ്ഡ് ആൻഡ് ഗിവൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം എന്തിനാണ് കല്യാണം വെച്ചിരിക്കുന്നത്? ടു എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പ്രസ് എവറിത്തിങ് ദാറ്റ് കംസ് ഫ്രോം അഗപ്പെ. ദൈവത്തിൻ്റെ അഗപ്പയിൽ നിന്ന് വരുന്ന എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും വേണ്ടിയാണ് വിവാഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് പ്രവേശിക്കുക. എങ്ങനെ കല്യാണം കഴിക്കണം? അതൊരു വലിയ ചോദ്യം. ആരെ കെട്ടണം? അത് യൂത്ത് എല്ലാം ഇവിടെ ഇരിപ്പുണ്ടോ? കെട്ടാത്തവരെന്ന് കൈവക്കിയേ. കല്യാണം കഴിക്കാത്തവർ ആരും ഇല്ലേ? കല്യാണം കഴിക്കാത്ത ആരും ഇല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെ വന്നേ? കൈ പൊക്കാത്തതാണോ? എനിക്ക് കല്യാണം ആലോചിക്കുമെന്ന് പേടിച്ചു. എൻ്റെ കയ്യിലൊരു ഫയലും ഡയറി ഒന്നുമില്ല. അറിയത്തില്ല. അതാ അല്ല, ഈ പാസ്റ്റർമാർ എന്ത് ചോദ്യം ചോദിച്ചാലും സ്റ്റേജിൽ നിന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കുരുട്ടുണ്ടെന്ന് എല്ലാ വിശ്വാസികൾക്കും അറിയാം. അതുകൊണ്ട് അധികം സൂക്ഷിച്ച ഒരു കൈ പൊക്കുള്ളൂ. അതെനിക്കറിയാം. ഓക്കെ, എനിവേ, എങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത്? എങ്ങനെയാണ് ഈ ആളെ കണ്ടെത്തേണ്ടത്? ആരെയാ കെട്ടേണ്ടതെന്ന് എങ്ങനെ അറിയാം? കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കോൺഫറൻസിൽ യൂത്ത്സിനോട് സംസാരിക്കണം. ഞാൻ എന്താ വിഷയം? ലവ് മാരേജസിനെതിരെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു വേറെ ആരെല്ലാം അന്വേഷിച്ചോളാൻ പറഞ്ഞു. കാരണം ലവ് മാരേജ് ശരിയായതുകൊണ്ടല്ല, എനിക്കത് പറയാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ്. അത് സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ലവ് മാരേജിന് എൻഡോഴ്സ് ചെയ്യുന്നതുകൊണ്ടല്ല. ഈ ലവ് മാരേജ് പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം.
ലവ് മാരേജ് എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിനേക്കാൾ കിരാതമായി അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞൊരു സാധനം ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ പ്രസംഗിക്കാത്തത്. അത് പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് ആൾക്കാർ പോകുന്നത്? അറേഞ്ച്ഡ് മാരേജ്. ഈ അറേഞ്ച്ഡ് മാരേജിനകത്തുള്ള പാപം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൗ എ കണക്ഷൻ ആൻ അലയൻസ് ഷുഡ് ബി ഫോംഡ്. നമുക്ക് ആദ്യം അവിടെയാണല്ലോ തുടങ്ങേണ്ടത്. ഈ പ്രേമവിവാഹങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ദാറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. ഞാൻ തീരുമാനിക്കുകയാണ് ഇന്ന ആളെ കെട്ടണം. ഇത് അവർക്കും ഇവർക്കും എങ്ങോട്ടാ ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നത് എങ്ങനെയാണെന്നറിയോ? അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. പ്രായമായി കഴിയുമ്പം ഒരു കെമിക്കൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇങ്ങനെ നമ്മളിങ്ങനെ അതിങ്ങനെ ഒരാളെ കാണുമ്പോൾ ഉണ്ടാവും, ജനറേറ്റ് ആവും. അപ്പോൾ അവർ നമ്മളെ കൊണ്ട് നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിൻ്റെ ഭയങ്കര പവറായിരിക്കും ഈ ഡോപ്പമിൻ. ഇത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ കുറയും. അതുകൊണ്ട് എപ്പോഴും കാണരുത്. അതുകൊണ്ട് പ്രണയ സമയത്ത് എപ്പോഴും കാണുകയില്ല, വല്ലപ്പോഴും കാണുള്ളൂ. ഇടയ്ക്കൊരു ശബ്ദം കേൾക്കുമ്പോൾ ഡോപ്പമിൻ ശക്തമായിട്ട് വർദ്ധിക്കും. ഇയാളില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് തോന്നും. അതൊരു രോഗമാണ്. റിയലെ കെമിക്കൽ അതുണ്ടാക്കിയേക്കുന്നത്. ആ ആളെ കണ്ടില്ലായിരുന്നെങ്കിൽ വേറൊരാളെ കണ്ട് ഇങ്ങനെ തന്നെ തോന്നിയേനെ. ചിന്തിച്ച് നോക്കിയേ. ഇയാളെ അല്ല നിങ്ങൾ യാദൃശ്യ കണ്ടെന്ന് വിചാരിച്ചോ, വേറൊരാളെന്ന് വിചാരിച്ചോ, ഈ ഡോപ്പമിൻ അവിടെ വർക്ക് ചെയ്തേനെ. അതുകൊണ്ട് ഇതൊരു തന്ത്രമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ ഈ ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ചിരി. ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല, എനിക്കറിയാവുന്ന ലൈവ് ഉദാഹരണങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഡോപ്പമിൻ വർക്ക് ചെയ്ത് പിന്നെ വർക്ക് ചെയ്യാതിരുന്നതായ ഉദാഹരണങ്ങളുണ്ട്, അനേക ഉദാഹരണങ്ങളുണ്ട്. ഏതാ കട്ട് ചെയ്താൽ മതിയോ? ഓക്കെ. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ നേരത്തെ ഒരാൾ പ്രണയത്തിലായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞ്, ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാം, എന്ത് രസമാണെന്നറിയോ ആ ചിരി. ഞാൻ നോക്കിയിട്ട് ഒരു ഇതൊന്നും കാണില്ല, കാരണം എനിക്ക് ഡോപ്പമിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ ഇത് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ഈ പ്രശ്നം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ സാധനം അങ്ങ് കുറയും. ഒരു 5-6 മാസത്തിൽ കൂടുതൽ ഇത് വർക്ക് ചെയ്യല്ല. കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറഞ്ഞ് പിന്നെ ഈ ചിരി കാണുമ്പോൾ ഈ ചിരി കണ്ടിട്ടാണല്ലോ ഞാനിവിടെ ഇതെന്തായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്? ഒന്നുമില്ലായിരുന്നു. ദാറ്റ് വാസ് എ കെമിക്കൽ റിയാക്ഷൻ. പിള്ളേരെ എത്ര പേരാ വഞ്ചിക്കപ്പെടുന്നറിയോ ഈ നിസ്സാരമായ അത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു. സോ ഡേഞ്ചറസ് അല്ലേ? എന്നിട്ട് പോയി കല്യാണം കഴിച്ച് കുറേ കഴിയുമ്പോൾ ഇതെല്ലാം ആവിയായി പോവും. പിന്നെ അടിബഹളം. എൻ്റെ അപ്പനും അമ്മ ഇതിലും നല്ല കല്യാണം ആലോചന നടത്തിയേനെ ഞാൻ മണ്ടത്തരം കാണിച്ച് എടുത്തിയാടി. ഇതാണ് ലവ് മാരേജിൻ്റെ പ്രശ്നം. ഓക്കെ. ഇനി അറേഞ്ച്ഡ് മാരേജിൻ്റെ പ്രശ്നം പറയാം. ഇത് രണ്ടും അൺഗോഡ്ലിയാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലവ് മാരേജും അത് പേഴ്സണൽ ചോയ്സ് ദാറ്റ് കംസ് ഫ്രം ദ ഫ്ലഷ്. ഈ അറേഞ്ച്ഡ് മാരേജ്, പ്രിയ അപ്പൂപ്പന്മാരെ അപ്പന്മാരെ മക്കളുടെ കല്യാണത്തിനായി കാത്തിരിക്കുന്നവരെ, നിങ്ങളോടാണ് ഇനി. എന്താ കെമിക്കൽ റിയാക്ഷൻ കുറഞ്ഞതിന് ശേഷം കെട്ടുകല. അത് കുറഞ്ഞാൽ പിന്നെ കെട്ടുകല, അവിടുന്ന് മുങ്ങും. അതിനാണ് തേപ്പ് എന്ന് പറയുന്നത്. തേപ്പ്. ഓക്കെ. അപ്പം ചിലരുടെ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് പോകും, ചിലരുടെ പോകില്ല. അതാണ് ഈ തേപ്പിൽ അവസാനിക്കുന്നത്. ഓക്കെ. എനിവേ, അപ്പോൾ അറേഞ്ച്ഡ് മാരേജിൻ്റെ പ്രശ്നം ഇതാണ്. ബ്രദറെ, നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൾക്ക്. എന്താ ചെറുക്കൻ എന്താ ചെയ്യുന്നത്? അവിടെ നേഴ്സാണല്ലോ, അവൻ്റെ നേഴ്സാ. ഓക്കെ. ഞങ്ങളുടെ അതേ സഭയിൽ നിന്നുള്ളവരാ, ഞങ്ങളുടെ നാട്ടുകാരെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ. ഓക്കെ, വളരെ സന്തോഷം. എന്താണെന്നറിയോ? ദൈവാലോചനയാണ് ബ്രദറെ, അതാ ഇങ്ങനെ വന്നത്. ഈ ദൈവാലോചന എങ്ങനെ വരുന്നതെന്നറിയോ? എന്താണെന്നറിയാൻ മേല. ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഒരാൾ വിശ്വാസി വന്ന അയാൾ ക്രിസ്ത്യാനിയെ കിട്ടുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. അതുപോലെ പണക്കാരനായ ഒരു പയ്യനുണ്ടെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടുന്നത് എന്തോ ദൈവത്തിന് അത്ര അങ്ങ് പിടിക്കുന്നില്ല. കാരണം ദൈവാലോചനയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവാലോചന എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പൈസ ഉള്ളതിനെ കിട്ടണം. ഓക്കെ. എൻ്റെ ജാതി ഇതാണെങ്കിൽ ജാതി ഉള്ളവർ, അതാണ് ദൈവാലോചന അല്ലേ? അതെല്ലാം ഒത്തു വരുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് ദൈവാലോചനയാണ് ബ്രദർ. ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് മഹത്തായ ഒരു കല്യാണം തന്ന് ദൈവം എന്നെ മാനിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു കല്യാണത്തിലൂടെ മാനിക്കുന്ന കാര്യം ഓർമ്മയുണ്ടോ? ഈ വിവാഹങ്ങൾ ദൈവാലോചനയല്ല, ഇത് ജഡത്തിൻ്റെ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനകൾക്ക് ഇന്ന് സാങ്ഷൻ ഉള്ളൂ. അത് നമ്മൾ ജഡജീവിതത്തിലേക്കും ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ലോക ജീവിതത്തിലേക്ക് ഒഴുകിപ്പോയതിൻ്റെ പരിണിത ഫലമാണ്.
അതുകൊണ്ടാണ് ഇന്നും പെന്തിക്കോസ്തിനുള്ളിൽ നിന്ന് പോലും ജാതി വ്യവസ്ഥ മാറ്റാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇന്നും ധനവാനും ദരിദ്രനും പെന്തിക്കോസ്തിനകത്തുള്ളത്. കാരണം ദൈവമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മുടെ ജഡമാണ്, ജഡത്തിൻ്റെ കാഴ്ചകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സന്തോഷമായോ ഞാൻ പറഞ്ഞത്? വി കനോട്ട് എഗ്രി ടു ബോത്ത് ദി സിസ്റ്റംസ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പറയും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല ബ്രദറെ, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഒരാളെയും ദൈവം കാണിച്ചു തരുന്നില്ല. എന്താണെന്നറിയോ? ദൈവം കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിച്ചിട്ടില്ല. ചെറുപ്പം തൊട്ടേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിച്ച് പരിജ്ഞാനത്തിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയാൽ തക്ക സമയത്ത് ഒരു സംശയവും നിങ്ങൾക്കുണ്ടാവില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രൈമറിലി വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. പിള്ളേരെ പഠിപ്പിക്കേണ്ടത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനാണ്. അത് നിങ്ങളും പഠിക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, എങ്ങനെയാണ് അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കിയത്, എങ്ങനെയാണ് വേർപാടിൻ്റെ നടുച്ചൂരിൽ ഇടിച്ചു കളഞ്ഞത്, എങ്ങനെയാണ് ഒരേ അപ്പത്തിൻ്റെയും രക്തത്തിൻ്റെ അംശികളായവർ ഒരേപോലെ ഒരു ശരീരമായി പണിയപ്പെടുന്നത്. ഒറ്റ ശരീരമേ ഉള്ളൂ, ഒറ്റ രക്തത്താലാണ് നമ്മൾ കഴുകപ്പെട്ടിരിക്കുന്നത്, ഒരേ പ്രത്യാശയിലാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഒരേ വിശ്വാസമാണ് നമ്മൾ വർദ്ധിക്കുന്നത്, ഒരേ പരിജ്ഞാനമാണ് നമ്മൾ ഉണ്ടായി വരേണ്ടത്. ജാത്യാലുള്ളതല്ല, ആത്മാവിനാലുള്ളതാണ് നടക്കേണ്ടത്. ഓക്കെ, ഇനി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം. എഫെസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ അവിടെ പറഞ്ഞിരിക്കുന്ന വിവാഹ ജീവിതത്തിൻ്റെ തത്വങ്ങളിലേക്ക് നമ്മൾ വരാം. അതെങ്ങനെ വരണമെന്നറിയോ? നോട്ട് വിത്ത് അവർ ഫ്ലഷ് ഐഡിയാസ് ബട്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഓക്കെ, എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അത് ബ്രദർ വായിക്കരുതായിരുന്നു, മോശമായി പോയി. കാരണം അത് ബ്രദർമാർ വായിക്കാനുള്ളതല്ല, അത് അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഭാര്യ, നിങ്ങൾ വായിക്കരുത്, ഇത് നിങ്ങൾക്കുള്ളതല്ല, അത് ഭാര്യമാർ മാത്രമേ വായിക്കൂ. ഇനി ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിപ്പിൻ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് പറഞ്ഞോ അതേപോലെ ആയിരിക്കണം ഭർത്താവ് ഒരു കാര്യം പറഞ്ഞ. ഇത് നമ്മൾ ലിറ്ററലായിട്ടൊന്ന് എടുത്തു നോക്കിയേ, ഭയങ്കര കുഴപ്പം ചെയ്യും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സ്നാനം നടക്കാൻ പോവാം. അപ്പോൾ ഭർത്താവ് വിശ്വാസത്തിന് ഭയങ്കര എതിരാണ്, ഹിന്ദുവാണ്. ഇപ്പം ഭാര്യയ്ക്ക് സ്നാനപ്പെട്ടേ പറ്റുള്ളൂ. വിശ്വാസത്തിലായിട്ട് കുറേ നാളായി കാത്ത് 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 സ്നാനപ്പെടാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ എനിക്കൊരു അവസരം കിട്ടി. സഭയിൽ ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ടോട്ടെ? ഒരെൽഡർ പറഞ്ഞു, ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യരുത്. സ്ത്രീ ഭർത്താവിന് സകലത്തിനും കീഴ്പ്പെട്ടിരിക്കുന്നു. ഡു യു എഗ്രി വിത്ത് ദാറ്റ്? എഗ്രി ചെയ്യാൻ പറ്റില്ല. കാരണം കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ പിതാവിനെയോ മാതാവിനെയോ ഭർത്താവിനെയോ ഭാര്യയോ കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ നിങ്ങൾ കർത്താവിനുള്ളവരല്ല. വെൻ യു ആർ ഒബേയിങ്, യു ഷുഡ് ഒബേ ഗോഡ് ഫസ്റ്റ്. ദൈവികമായ കാര്യങ്ങൾ, അതായത് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആത്മാവിൽ ജീവിക്കുക, ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ കാര്യങ്ങളിൽ വി ഡോണ്ട് നീഡ് ടു ഒബേ എനി വൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യത്തിലാണ് ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും ഒരു പരിധി വരെ അനുസരിക്കാതിരുന്നത്. പല സമയത്തും എൻ്റെ പിതാവിനെ അനുസരിക്കാൻ പറ്റാതെ എനിക്ക് പോകാൻ കാരണം ഈ ഒരു കമ്പൽഷനാണ്. എൻ്റെ അപ്പനും ഞാനും തമ്മിൽ ഭയങ്കര പ്രോബ്ലമായിരുന്നു കുറേ നാളുകൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്ന പോലെയല്ല ഞാൻ ജീവിച്ചത്, എൻ്റെ വഴി വേറെ ആയിരുന്നു. അതുപോലെ ഞാൻ വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ ഇഷ്ടത്തോടെ അല്ല. അപ്പോൾ അതെന്താണെന്നും കൂടെ എങ്ങനെയാണെന്നും കൂടെ നിങ്ങളോട് പറയേണ്ടി വരും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. കാരണം വീട്ടുകാരുടെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും പ്രണയവിവാഹമായിരുന്നു. പ്രണയവിവാഹമല്ല, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യമായിട്ട് വർത്തമാനം പറയുന്നു. ഒരക്ഷരം പോലും അതിന് മുമ്പ് മിണ്ടിയിട്ടില്ല. എന്താ വിശേഷം എന്ന് പോലും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഉറപ്പിക്കാൻ പോയപ്പോൾ പോലും ഹൗ ആർ യു എന്നൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഓക്കെ, അവർ സംസാരിച്ചു, ഓക്കെ, എനിക്കൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അപ്പം പറഞ്ഞു കട്ടാണേ എൻ്റെ അപ്പം പറഞ്ഞു മലയാളി വേണം, സ്ത്രീധനം വേണം. കാരണം ആൾക്കാർ ചോദിക്കുക എത്ര ഡൗറി കിട്ടി. വിശ്വാസി കേട്ടോ. ഞാൻ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഐ എം കോൾഡ് ബൈ ഗോഡ്. ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ എം വെരി ഹെൽപ്ലെസ്. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു നിനക്ക് എന്നെ വേണോ അതോ ആ പെണ്ണിനെ വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടുപേരും വേണം, പക്ഷെ നിങ്ങളിൽ ആർക്കും എന്നെ വേണ്ടാത്തതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇങ്ങനെയൊക്കെ ഭയങ്കര യുദ്ധമായിരുന്നു. അവസാനം ഞാൻ ഗിദെയോനെ പോലെ 3 ചോദ്യങ്ങൾ ചോദിച്ചു, ഇത് ദൈവഹിതമാണോ എന്ന് അറിയാൻ വേണ്ടി. 3 ഉത്തരം കിട്ടി. 4-ാമത്തെ ഇതായിരുന്നു, ഇങ്ങനെ നിൽക്കുന്ന അപ്പൻ കല്യാണത്തിന് വരണം. എന്നിട്ട് ഞാൻ അപ്പൻ്റെ വീടുകളിലെല്ലാം പോയി കല്യാണം വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ?
ഞാൻ നിങ്ങളെല്ലാവരെയും കല്യാണത്തിന് വിളിച്ചിരിക്കുന്നു, പക്ഷെ ആരും കല്യാണത്തിന് വരരുത്. അതെന്താണ് അങ്ങനെ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കല്യാണത്തിന് വന്നാൽ എൻ്റെ അപ്പൻ ഒറ്റപ്പെട്ടു പോകും. കാരണം അപ്പൻ ഇതിനെതിരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം അപ്പൻ്റെ കൂടെ നിന്നോണം. ഇനി അപ്പൻ വന്ന് വിളിച്ചാൽ നിങ്ങളെല്ലാവരും വരണം. ഇത് ചെയ്യുന്നത് എൻ്റെ ഇൻവിറ്റേഷൻ. പറയാതെ കല്യാണം കഴിച്ചുമില്ല, എന്നാൽ ആരെയും വിളിച്ചുമില്ല. ഒരു ദിവസം അപ്പൻ രാത്രി ഉറങ്ങി കിടന്നപ്പം പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അമ്മയോട് പറഞ്ഞു, ഞാനിനി ഇതിനെതിരെ നിൽക്കില്ല, ഇത് കർത്താവ് നടത്തുന്നതാണ്, എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞു. പുള്ളി പോയി എല്ലാവരെയും വിളിച്ചു. എല്ലാവരും കല്യാണത്തിന് വന്നു. കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ അപ്പൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു, എനിക്കിത് ഇഷ്ടമില്ലായിരുന്നു, എനിക്കിത് എങ്ങനെയത് ഉടക്കാമെന്ന് ഞാൻ പല പണികളും നോക്കി, പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഇവിടെ ഞാൻ എൻ്റെ മകളായിട്ട് സ്വീകരിക്കുന്നു, സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഇത് ലാസ്റ്റ് അടയാളമായിരുന്നു. എന്തുവാ? ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാനിത് പറയാൻ കാരണം, ദൈവം തക്ക സമയത്ത് കൃപ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ലാൻഡഡ് സംവെയർ എൽസ്. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമായിരുന്നില്ല. There was a narrow road that God set for me. അത് ചിലപ്പോൾ എല്ലാം പ്ലസൻ്റ് ആയിരിക്കില്ല. കാരണം ഞാനും എൻ്റെ ഭാര്യയും 2 വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. വി ഹാഡ് അവർ ഓൺ സ്ട്രഗിൾസ്. പക്ഷെ അവിടെ എല്ലാം കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിലേക്ക് ഞങ്ങൾക്ക് എത്താൻ ഓരോ ദിവസം ചെല്ലുന്തോറും ദാറ്റ് ജേണി ബിക്കെയിം വെരി വെരി ഫാസ്റ്റ്. ഒരു ഫാസ്റ്റ് ജേണി. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് വെൻ യു ഫൈൻഡ് ഗോഡ്സ് വേസ് ഇൻ മാരേജ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ഇറ്റ്, അവിടെ കിട്ടുന്ന വിശദീകരണം ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പുരുഷന് സ്ത്രീ കീഴ്പ്പെട്ടിരിക്കണം. അതായത് ഭർത്താവിന് ഭാര്യ എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പ്രിയ സഹോദരിമാരെ, ഒരു ക്വസ്റ്റ്യനും ചോദിക്കരുത്. സബ്മിറ്റ് ടു ദം ഇൻ എവറിത്തിങ്. അവർ മണ്ടന്മാരായിരിക്കും, ആയിക്കോട്ടെ, ദൈവം നോക്കിയോളൂ. നിങ്ങൾ വിചാരിക്കരുത് സാധാരണ എൻ്റെ ഭർത്താവിന് അത്ര വിവരമില്ല നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ, ബട്ട് ബി അണ്ടർ സബ്മിഷൻ. ഇത് വേദനയായിരിക്കും നിങ്ങൾക്ക് ഇത് കേൾക്കുന്നത്, പക്ഷേ ബൈബിൾ അങ്ങനെ പറയുന്നു. അടുത്ത വാക്യം നോക്കിയേ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങി. സോ എ വുമൺ ക്യാൻ ലേൺ സബ്മിഷൻ in her home by submitting herself to her husband. അടുത്തത് ഭർത്താക്കന്മാർ. ഇത് ഭർത്താക്കന്മാരെ വായിക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ നിങ്ങൾ ഭർത്താവിന് കീഴടങ്ങിയിരിപ്പിൻ എന്നുള്ള വാക്യം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വായിച്ച് ചെയ്യിപ്പിക്കരുത്. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു വഴക്കുണ്ടാക്കുമ്പോൾ അപ്പൻ 22 Efesiയർ 5:22 ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അപ്പം അമ്മ അപ്പുറത്ത് വയ്ക്കും. പക്ഷെ അവർ വായിച്ച വാക്യങ്ങൾ മാറിപ്പോയി. അമ്മ വായിക്കേണ്ട ഇതായിരുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. പതുക്കെ വായിച്ചാൽ മതിയായിരുന്നു. അപ്പൻ വായിക്കേണ്ട ഇതായിരുന്നു, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. പതുക്കെ വായിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കെ വായിച്ച് കേൾപ്പിച്ചില്ല, സ്വന്തമായിട്ടുള്ളത് വായിച്ചില്ല. നമ്മളെപ്പോഴും വചനം കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് ഇത് എനിക്കുള്ളതല്ല, അത് അവർക്കുള്ളതാണ്, ഇരിക്കട്ടെ, എനിക്കുള്ളത് ഞാൻ കാണുകയില്ല. ഇപ്പം അവരവർക്കുള്ളതെന്ന് വായിച്ചു നോക്കിയേ. ഭാര്യ വായിക്കുകയാണ് എല്ലാത്തിനും കീഴടങ്ങി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ചർച്ചിൽ, ഞങ്ങളുടെ ഫെലോഷിപ്പിലുള്ളൊരു ചർച്ചിൽ, ഞങ്ങളുടെ ചർച്ച എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് അങ്ങനെ ചർച്ചകളൊന്നുമില്ല, ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളൊരു ചർച്ചിൽ, അങ്ങനെ പല കൂട്ടായ്മകളുണ്ട്. അപ്പം ഒരു ചർച്ചിലൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞ് ഞാൻ വളരെ അത്ഭുതത്തോടെ കേട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഇൻലോസ് എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ട് ഹിന്ദുസാണ്, ഇവർ മാത്രമേ വിശ്വാസമുള്ളൂ, ഈ മകൾ മാത്രമേ വിശ്വാസത്തിലുള്ളൂ, അവരുടെ ഇൻലോസിൻ്റെ വീട്ടിലെല്ലാം ഹിന്ദുക്കളാണ്. അപ്പോൾ പുള്ളിക്കാരി പറയായിരുന്നു, ഐ ആം ലേണിങ് സബ്മിഷൻ. കർത്താവ് എന്നോട് ഈ വർഷം പറഞ്ഞ് നിനക്ക് പഠിക്കാനുള്ളത് കീഴടങ്ങിയിരിക്കേണ്ട എങ്ങനെയാണെന്ന്. അപ്പോൾ എവിടെയെല്ലാം കീഴടങ്ങാമോ അവിടെ എല്ലാം അങ്ങ് മരിക്കുമോ. ഐ ഡൈ. മരിച്ചാൽ പിന്നെ കീഴടങ്ങിയല്ലോ, ഞാൻ മരിച്ചാൽ പിന്നെ എനിക്ക് എതിർത്തൊന്നും പറയണ്ടല്ലോ, ഐ ഡൈഡ്. അപ്പോൾ ഒരു വർഷം ഞാൻ അതിനു വേണ്ടി എടുക്കാമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് പഠിക്കാൻ വേണ്ടി തോക്കും, പക്ഷേ പിന്നെയും പഠിക്കും, പഠിച്ചിട്ടേ ഞാൻ നിൽക്കുകയുള്ളൂ. കാരണം ഐ നീഡ് ടു ലേൺ സബ്മിഷൻ. ഈ സബ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ കഠിന പ്രയത്നമെടുത്ത് പഠിക്കേണ്ട ഒരു പാഠമാണ്. യു നീഡ് ടു ലേൺ ഇറ്റ് ഫോർ യുവർ സയൻറ്റിഫിക്കേഷൻ. അത് കീഴടങ്ങിയിരുന്ന് എന്താ ഭർത്താവിനെ വലിയ രാജാവാക്കാൻ വേണ്ടിയല്ല, അത് നിങ്ങളുടെ വിശദീകരണത്തിന് അത് ആവശ്യമാണ്. അപ്പോൾ വി ഓൾ നീഡ് ടു ലേൺ സബ്മിഷൻ. ഭർത്താക്കന്മാർ കണ്ടുപിടിക്കണം ആരോടാണ് ഞാൻ ആൻസറബിൾ. സഭയോടാണോ? സഭയാണെങ്കിൽ സഭ. ഭാര്യയോടും നമ്മൾ ആൻസറബിൾ ആയിരിക്കണം. നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു. ഷീ ഷുഡ് നോ. കാരണം യു ആർ വൺ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾക്ക് പരസ്പരം രഹസ്യങ്ങൾ ഉണ്ടാകരുത്, സെപ്പറേറ്റ് പേഴ്സുകൾ ഉണ്ടാകരുതെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു. പരസ്പരം രഹസ്യങ്ങൾ, ഒരു രഹസ്യവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഉണ്ടാകരുത്. ഭർത്താവ് എവിടെ പോയാലും ഭാര്യ അറിഞ്ഞിരിക്കണം, ഭാര്യ എവിടെയായാലും ഭർത്താവ് അറിഞ്ഞിരിക്കണം. ദേ ഷുഡ് നോ ഈച്ച് അതർ. അത് തന്നെയുമല്ല, ഓക്കെ, ഇനി ഭർത്താക്കന്മാരിലേക്ക് വരാം. ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്ന ഇതാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. ഇനി ക്രിസ്തു സഭയെ സ്നേഹിച്ചതിൻ്റെ ആ രസകരമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്,
യേശു ക്രിസ്തുവിൻ്റെ കൂടെ യൂദാസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു സഭയിൽ. ശ്രദ്ധിക്കണേ, ഈ യൂദാസ് ആദ്യം തൊട്ടേ പൈസ അടിച്ച് മാറ്റുമെന്നുള്ള കാര്യം കർത്താവിന് അറിയാമായിരുന്നു. പക്ഷെ കർത്താവ് പത്രോസിനോട് പോലും പറഞ്ഞില്ല, മാറിൽ ചാരിയിരിക്കുന്ന യോഹന്നാനോട് പോലും പറഞ്ഞില്ല, ആ യൂദാസിനെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ, അവൻ അടിച്ചു മാറ്റുന്നുണ്ട് പൈസ എന്ന് കർത്താവ് പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ, അവൻ കള്ളനായിരുന്നെന്നും അവൻ ആദ്യം തൊട്ടേ ഒരു കള്ളനാണെന്നും അവൻ പൈസ അടിച്ചു മാറ്റുന്നുണ്ടെന്നും കർത്താവിന് അറിയാമായിരുന്നു. പക്ഷേ അത് ഒരു ശിഷ്യനോടും പറഞ്ഞില്ല, നിങ്ങൾ അവൻ്റെ പൈസ കൊടുക്കണ്ട, കുറച്ച് കൈ മാറ്റി വെച്ചേരെ, ഇവൻ അടിച്ചു മാറ്റുന്നുണ്ട് എന്ന് കർത്താവ് ആരോടും പറഞ്ഞില്ല. കാരണം അന്ത്യ നിമിഷം വരെ, നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ആ അന്ത്യ അത്താഴം കഴിക്കുന്ന സമയത്ത് നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞപ്പം പാവം യോഹന്നാൻ, എനിക്ക് യോഹന്നാൻ ഓർത്തിട്ട് അതാ വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അവൻ്റെ നെഞ്ചോട് ചാരി ഇരുന്നിട്ട് യോഹന്നാൻ ചോദിക്കുക, ഞാനാണോ? അപ്പോൾ യോഹന്നാൻ ചിന്തിക്കുക, ഇന്ന് ഞാൻ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഞാൻ ചിലപ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞ് ഇവനെ തള്ളിപ്പറഞ്ഞ് ഇവനെ ഒറ്റിക്കൊടുത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് ഇവനെ പൈസയ്ക്ക് വിൽക്കും. അത് എന്നെക്കൊണ്ട് ഞാൻ ചെയ്യുമോ എന്ന് അവൻ്റെ പേടി. എന്നാലോചിച്ച് വേറൊരുത്തൻ ചെയ്യുമെന്നല്ല, ഞാൻ ചെയ്യുമോ? ശിഷ്യന്മാരെല്ലാം ചോദിക്കുന്നത് ഞാനോ കർത്താവെന്ന്. അത് അവനോ ഇവനോ എന്നല്ല ആരും ചോദിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും നമ്മൾ അവൻ്റെ ഇവൻ്റെ തെറ്റല്ല കാണുന്നത്, നമ്മുടെ പൊട്ടൻഷ്യൽ ടു സിന്നാ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം വി ആർ ഡേഞ്ചറസ് എന്നറിയാം. അപ്പോൾ യൂദായാണെന്ന് ആരും സംശയിക്കുന്നില്ല അതുവരെ. അത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്, സ്നേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ. ഒത്തിരി പരാതികളുണ്ടായിരിക്കും, പക്ഷെ വെളിയിൽ ആരും അതറിയില്ല. കാരണം ദാറ്റ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് എ ഹസ്ബൻഡ്. മനസ്സിലാവുന്നുണ്ടോ? ബലഹീനതകൾ കവർ ചെയ്യുക, അത് ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെവർ ടെൽ എനി വൺ ദ വീക്ക്നെസ്സസ് ഓഫ് യുവർ ഹസ്ബൻഡ് ഓർ യുവർ വൈഫ്. അത് വീട്ടുകാരോടായാലും നാട്ടുകാരോടായാലും സുഹൃത്തുക്കളോടായാലും ഡോണ്ട് ഷെയർ അൺലെസ് യു ആർ ഇൻ സ്പിരിച്വൽ ഡേഞ്ചർ, അൺലെസ് യു ആർ ഇൻ ഡേഞ്ചർ ഓഫ് സംതിങ്, unless you want to have a spiritual counseling with an elder whom you can trust. Is there a serious problem? അതല്ലാതെ ഒരിക്കലും ബാക്ക് ബൈറ്റ് ചെയ്യുന്ന പോലെ. കാരണം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ലവിനകത്തുള്ളൊരു കാര്യമാണ്. ഭാര്യയുടെ കുറ്റം വെളിയിൽ പറയരുത്, ഷീസ് ലൈക്ക് ദാറ്റ് എന്ന് ആക്ഷേപിക്കരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപിക്കരുത്, മോശമാക്കരുത്, തരം താഴ്ത്തരുത്. കാരണം എന്താണ് കാരണം? യേശു യൂദാസിനോട് പെരുമാറിയതിലെങ്കിലും നമ്മൾ നമ്മുടെ ഭാര്യമാരോട് പെരുമാറുവാൻ ബാധ്യസ്ഥരാണ്. ഇനി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ സ്വന്തം മണവാട്ടിയുടെ കാല് കഴുകിയ ഭർത്താവാന്നുള്ളതാണ്. ഹി വാസ് എ സെർവൻറ്റ് ലീഡർ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു തരത്തിൽ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. പത്രോസിനോട് യേശു പറയുന്നത്, കാല് കഴിയുമ്പോൾ പത്രോസ് പറഞ്ഞു, അയ്യോ നീ എൻ്റെ കാല് കഴുകല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഓഹരിയില്ല എന്ന് പറഞ്ഞാൽ ഹീ ഈസ് മൈ സെർവൻറ്റ് ആൻഡ് ഹീ ഈസ് മൈ ലീഡർ. എന്തിനാ യേശു പത്രോസിൻ്റെ കാല് കഴുകിയെന്നറിയോ? ആർക്ക് പറയാം? അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളും ഇങ്ങനെ കാല് കഴുകുവിൻ എന്ന്. അതിനേക്കാൾ വലിയൊരു അർത്ഥം അതിനുണ്ട്. കാരണം പത്രോസ് പറയാ, നീ എൻ്റെ കഴുകരെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് എന്നോട് കൂടെ ഓഹരിയില്ല. ഞാൻ നിൻ്റെ കാല് കഴിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഓഹരിയില്ല. അതെന്തോ ഓഹരിയാ? അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ വീട്ടിൽ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, സാധാരണ ഗസ്റ്റ് ആണെങ്കിൽ അവരുടെ സെർവൻസ് അടിമകളുണ്ട്, അവർ കാല് കഴുകി അകത്ത് കയറ്റിക്കോളും. കാരണം നടന്ന ഇന്നത്തെ പോലെ കാറിൽ നിന്ന് ഇറങ്ങുമല്ല, പൊടിമണലിലൂടെ നടന്നാണ് ഇവർ വരുന്നത്. ഇനി വലിയ യജമാനന്മാരും വലിയ ആൾക്കാരൊക്കെ വരുന്നെങ്കിൽ ഗൃഹനാഥൻ തന്നെ ചെന്ന് വെള്ളം ഒഴിച്ച് കാല് കഴുകിയാണ് ഇവനകത്ത് കയറ്റുന്നത്. അപ്പോൾ പത്രോസിനോട് കർത്താവ് എന്ത് ഓഹരിയുടെ കാര്യമാണ് പറയുന്നത്? കാല് കഴുകുന്ന എങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാ? അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ. അതായത് ഹീസ് വെൽക്കമിങ് ഹിം ഹോം ബൈ വാഷിങ് ഹിസ് ലെഗ്സ്. അപ്പോൾ അവൻ പറയും, എന്നെ അങ്ങനെയാണ് കുളിപ്പിച്ചേക്കാൻ. ഇപ്പോൾ കർത്താവ് പറഞ്ഞാൽ കുളിപ്പിക്കേണ്ട കാര്യമില്ല, യു ആർ ഓൾറെഡി ക്ലീൻ, ഓൺലി യു നീഡ് ടു വാഷ് യുവർ ലെഗ്സ്. അപ്പോൾ ഇതിനകത്ത് ഒരു സെർവൻറ്ഹുഡ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന, ഭർത്താക്കന്മാർ വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ എല്ലാത്തിനും സബ്മിറ്റ് ആയിരിക്കണം. നിങ്ങൾ വായിക്കരുതെന്ന് പറയാൻ കാരണം അതാ. ഈ സബ്മിഷനെ കുറിച്ചുള്ള സ്ത്രീയുടെ പാഠം പുരുഷൻ പഠിക്കരുത്. പുരുഷൻ പഠിച്ചാലുള്ള കുഴപ്പം, യു വിൽ തിങ്ക് ഇത് എൻ്റെ ഭാര്യയെ, അവളെ നിയന്ത്രിക്കാനുള്ള എൻ്റെ അധികാരമാണ്. അങ്ങനെ ചിന്തിക്കരുത്. ദാറ്റ്സ് എ സെർവൻറ്റ് ലീഡർഷിപ്പ്. അതായത്
ഒരു സെർവൻ്റ് ഹുഡാണ് ലീഡർഷിപ്പിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. ഇന്ന് സഭകളിലും ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യൻ മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ലീഡർഷിപ്പ് സെർവൻ ലീഡർഷിപ്പ് അല്ല. അതുകൊണ്ട് നമ്മളും പെട്ടെന്ന് വീടിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് സെർവൻ ലീഡർഷിപ്പ് മോഡലിലേക്കല്ല നമ്മൾ പോകുന്നത്, ക്രിസ്തുവിൻ്റെ ലീഡർഷിപ്പ് പാറ്റേണിലേക്കല്ല നമ്മൾ പോകുന്നത് ലോകത്തിൻ്റെ ഒരു ഡൊമിനേറ്റിംഗ് ലീഡർഷിപ്പ് പാറ്റേണിലേക്കാണ് പോകുന്നത്. അങ്ങനെയല്ല കർത്താവ് പഠിപ്പിച്ചത്. യു നീഡ് ടു ബി എ സെർവൻറ്റ് ഇഫ് യു ആർ എ ലീഡർ. പണ്ട് ഞങ്ങൾ ആന്ധ്രയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ആൾക്കാർ ആരാ ഇവിടുത്തെ ലീഡറെന്ന് ആൾക്കാരെല്ലാം ചോദിച്ചു ഞങ്ങൾ പറയുമായിരുന്നു, നിങ്ങളത് കുറച്ച് നേരം നോട്ട് ചെയ്യുക, ആരാണ് ലീഡർന്ന്, ആരാണ് പാവിരിച്ചിടുന്നത്, ആരാണ് അടിച്ചു വാരുന്നത്, ആരാണ് യേശു ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അവനെയാണ് ഞങ്ങളെല്ലാവരും അനുഗമിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഹീ വിൽ ബി അവർ ലീഡർ. ലീസ്റ്റ് എമംഗ് യു, അങ്ങനെയാണ് കർത്താവിൻ്റെ പഠിപ്പിക്കൽ. നിങ്ങൾ ഏറ്റവും നിങ്ങൾ കുടുംബത്തിൽ ഏറ്റവും വലിയവരാകണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്താകണം? നിങ്ങൾ മരിക്കണം. യു ഷുഡ് ബി ദ ലോവസ്റ്റ് ദെയർ. ഏറ്റവും താഴ്ന്നവനാകുമ്പോഴാണ് ആ ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? യു ഷുഡ് ലീഡ് യുവർ ഫാമിലി ഇൻ ടു സബ്മിഷൻ ആൻഡ് ഹംബിൾനെസ്. യു ഷുഡ് ലീഡ് യുവർ ഫാമിലി ഇൻ ടു സാങ്ക്ടിഫിക്കേഷൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള വിശുദ്ധീകരണത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ നയിക്കാൻ വേണ്ടിയില്ല, അതൊരു ഭരിച്ച ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയില്ല. വെൻ ഹസ്ബൻഡ് ബിക്കം എ കിങ് ലൈക്ക് അഡ്മിനിസ്ട്രേറ്റർ, ഹീസ് എസ്റ്റാബ്ലിഷിംഗ് ഹിസ് കിങ്ഡം, നോട്ട് ദ കിങ്ഡം ഓഫ് ദ ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? വെൻ ഹി ബിക്കംസ് എ സെർവൻറ്റ് ലീഡർ, ഹീസ് എസ്റ്റാബ്ലിഷിംഗ് ദ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ്. ആ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ടീച്ച് യുവർ ഫാമിലി വാട്ട് ഈസ് ഹംബിൾനെസ്, ഹൗ ടു സബ്മിറ്റ്, ഹൗ ടു റെവറൻസ് ഗോഡ്, ഹൗ ടു വാഷ്. അപ്പോൾ ഭാര്യമാർ വിചാരിച്ചു രക്ഷപ്പെട്ടു, ഇനി ഭർത്താക്കന്മാർ വന്ന് എൻ്റെ കാല് കഴുകിക്കോളും. അപ്പോൾ സബ്മിഷൻ വിട്ടുപോയി. ഇവിടെയാണ് പ്രശ്നം. ഈ ക്രിസ്ത്യൻ ബാലൻസ് എന്ന് പറയുന്നത് സെർവൻ ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് എ സ്ലേവ് ലൈക്ക് വൈഫാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അതല്ലേ? ഹസ്ബൻഡ് ഈസ് നോട്ട് ഡിമാൻഡിങ് സബ്മിഷൻ, വൈഫ് ഈസ് നോട്ട് ഡിമാൻഡിങ് എനിത്തിങ്. ആലോചിച്ച് നോക്കിയേ, ഹസ്ബൻഡ് ഈസ് നോട്ട് ഡിമാൻഡിങ് സബ്മിഷൻ, ഹീസ് എ സെർവൻറ്റ്, ഹീസ് ഷോയിങ് എക്സാമ്പിൾ, ഉദാഹരണം കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞ്, ജാതികൾ അവരുടെ മേൽ കർത്തൃത്വം ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരിക്കലും കർത്തൃത്വം ചെയ്യരുത്, നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരെക്കാളും ചെറിയവനാണ്. എന്നിട്ട് കർത്താവ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആഹാരം കഴിക്കാനിരിക്കുന്നവനാണോ ആഹാരം വിളമ്പുന്നവനാണോ വലിയവൻ? ആഹാരം കഴിക്കാൻ ഇരിക്കുന്നവനല്ലയോ? ഇനി അടുത്ത വാക്യം എന്താണെന്നറിയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ദാസനെ പോലെ അല്ലായിരുന്നോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു ആയിരുന്നു വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നെന്ന് അർത്ഥം. ലീഡർഷിപ്പിൻ്റെ ഭംഗി നോക്കിക്കേ, ശിഷ്യന്മാരെല്ലാം ഇരുത്തിയിട്ട് യേശു വിളമ്പി കൊടുക്കുന്നു. ആരാ വലുത്? മേശമേലിരിക്കുന്നവൻ വലുത്. ദാസനാണ് വിളമ്പി കൊടുക്കുന്നത്. കർത്താവ് പറയും, ഞാൻ വലിയവൻ ആരാ? മേശമേലിരിക്കുന്നവനാണോ വിളമ്പി കൊടുക്കുന്നവനാണോ? ഇന്ന് ചോദിച്ചിട്ട് പറയാ മേശമേലിരിക്കുന്നവനാ. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു? ദാസനെ പോലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം മേശയിൽ ഇരുത്തിയിട്ട് ഞാനാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ ലീഡർഷിപ്പ് ഒന്ന് ആലോചിക്കുക. ദൈവത്തിൻ്റെ സകല മഹത്വമുള്ള പുത്രൻ ഇറങ്ങി വന്നിട്ട് നമ്മുടെ കാല് കഴുകി നമുക്ക് ആഹാരം വിളമ്പി തരികയും നമ്മുടെ പാത്രം കഴുകി വയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ദാറ്റ് ലീഡർഷിപ്പ്, അതാണ് ഇന്ന് മിസ്സിങ് ആവുന്നത്. പ്രിയ സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആരംഭിച്ചാൽ നിങ്ങളത് ഡിമാൻഡ് ചെയ്യരുത്, ഇത് നിങ്ങളും ഡിമാൻഡ് ചെയ്യരുത്. വി ആർ ഓൾ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. നമ്മളെല്ലാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എൻ്റെ യുക്തിക്കനുസരിച്ചല്ല, ക്രിസ്തു എന്നിൽ വെളിപ്പെടുത്തുന്ന ദൈവിക പരിജ്ഞാനമാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആധാരം. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ താഴേക്ക് വരുമ്പോൾ പിള്ളേരുടെ കാര്യം പറയാൻ സമയം നാളെ ഉണ്ടല്ലോ പിള്ളേർക്ക്. ഓക്കെ, എഫേസ്യർ 5 ഇതിങ്ങനെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഓൾ റൈറ്റ്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഈ വാക്യത്തിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ എക്സാമ്പിൾ അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് കർത്താവിൻ്റെ ലൈഫിൽ നിന്ന് ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ എന്താ ചെയ്തത്? ആ സ്നേഹത്തിൽ എന്താ ചെയ്തത്? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറയാം, അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കുക. യേശുവിൻ്റെ ശരീരം പോലെയാണ് സഭയെന്ന് പറയുന്ന പോലെ ഭർത്താവിൻ്റെ ശരീരമാണ് ഈ ഭാര്യ എന്നുള്ളത് കൊണ്ട് ഈ സ്നേഹിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും പറയരുത് ഭാര്യ ശരിയല്ല, അവളുടെ വർത്താനം ശരിയല്ല, അവളുടെ പെരുമാറ്റം ശരിയല്ല, ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല എന്ന് പറയരുത്. കർത്താവിൻ്റെ മണവാട്ടി ഒട്ടും ശരിയല്ലായിരുന്നു, നമ്മളായിരുന്നല്ലോ. കർത്താവ് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രകൃതവുമായി ചേരുന്ന ഒരൊറ്റ എണ്ണം പോലും ഈ
ഈ മണവാട്ടി എന്ന് പറയുന്ന സംഘത്തിലുണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട കർത്താവ് ഒരു മണവാട്ടിയെ സെലക്ട് ചെയ്ത്. ആദ്യം അതിൻ്റെ ഫസ്റ്റ് പീസ് 12 പേര്. അതിനകത്ത് ഒരെണ്ണം യൂദായിരുന്നു. ഒരെണ്ണം എന്ത് കണ്ടാലും ഓടുന്ന പത്രോസ്. യാതൊരു സ്ഥിരതയും വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഒരു 10-12 പട്ടാളക്കാരെ എടുക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരുന്നേനെ. അല്ല, എവിടെ പോയാലും മാർച്ച് ചെയ്ത് 12 ഡിസൈപ്പിൾസ് പട്ടാളക്കാർ. കർത്താവ് ഏറ്റവും ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഈ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യമുണ്ട്. എന്തെന്നറിയോ? കർത്താവിൻ്റെ മഹത്വം മുഴുവൻ ബലഹീനതയില്ല തികഞ്ഞു വരുന്നത്. പട്ടാളക്കാരെ എടുത്തിരുന്നെങ്കിൽ യേശു ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പം പത്രോസ് ഓടിയാൽ ഓടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ പത്രോസ് ഓടിയതുപോലെ ഓടിയതാ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ബ്യൂട്ടി. കാരണം ഒന്നിനും കൊള്ളാത്ത പേടിത്തൊണ്ടന്മാരായിരുന്നു ഇവരെന്ന് നമുക്കെല്ലാം അറിയാം, അല്ലേ? സോൾജേഴ്സ് ആയിരുന്നെങ്കിൽ അവർ വന്ന് യേശു പുനരുദ്ധാനം ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. അവർ ധൈര്യം ഉള്ളവരാ. ഇവന്മാർ ഒരു ധൈര്യമില്ലാതെ ഓടി ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ തള്ളി പറഞ്ഞ പത്രോസ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം എഴുന്നേറ്റ് നിങ്ങൾ വേണേ ഞങ്ങളെ കൊന്നോ, ഞങ്ങളൊരു കാഴ്ച കണ്ടു, അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ലെന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാം വിശ്വസിച്ചു. കാരണം ഇവന്മാർ മഹാബലഹീനന്മാരാണ്. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ ഇങ്ങനെ പറയല്ലോ ഓടി രക്ഷപ്പെടുവാണെന്നുള്ളൂ എന്നുള്ള കാര്യം സകല ജനത്തിനും അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബലഹീനന്മാരെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് മഹത്വത്തിനായി മാറി. അതുപോലെ നമ്മളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുന്നത്, നിങ്ങൾ ആത്മീകമായി വളരെ ബലമുള്ളവരാണോ എങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ ബലം കുറഞ്ഞ ഒരാളെ ആയിരിക്കും. അവർ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ, മരണത്തിലൂടെ, യേശു മരിച്ചു കാൽവരി ക്രൂശിൽ ഒരിക്കലായി മരിച്ചു, നമ്മുടെ അനുദിന മരണത്തിലൂടെ, വേദനയിലൂടെ, രക്തം ചിന്തുന്നതിലൂടെ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആ ആളെ വിശുദ്ധീകരിക്കാൻ മാക്സിമം അവനെ അല്ലെങ്കിൽ അവളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധനോ ആയി നാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആത്മീകമായി ബലമുള്ള എൻ്റെ കയ്യിലേക്ക് കർത്താവ് ഈ ബലഹീന പാത്രത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം, ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം. ഇനി കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു വാക്ക് തീർന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ അവർ ടൈം ഈസ് ലൈക്ക് ദാറ്റ്. കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു വാക്കും കൂടെ പറഞ്ഞേക്കാം. കുഞ്ഞുങ്ങൾ കേൾക്കണ്ട, അതുകൊണ്ട് മലയാളത്തിൽ പറയാം. കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നാളെ പറയുള്ളൂ, പേരൻസിനോട് പറയാനുള്ളത് പറയാം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഊടുപാട് തല്ലുന്ന പേരൻസിനെ, തല്ലിയില്ലെങ്കിൽ ശരിയാവില്ല എന്നും പഴയ നിയമത്തിലുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തല്ലണം എന്ന് കാണുന്നില്ലെന്ന് മാത്രമല്ല, ഇത്തിരി അപ്പനമ്മമാർക്ക് പ്രശ്നം ഉണ്ടാകുന്ന വാക്യങ്ങളാണ്. എഫെസ്യർ 6:4 പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുന്നു. ഇത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ കൊടുക്കേണ്ടത് നേരെ ഇരിക്കണം, മര്യാദ ഇരിക്കണം എന്നുള്ള ഉപദേശമല്ല, പഥ്യോപദേശമാണ്. നിങ്ങൾക്കായി മരിച്ച ക്രിസ്തു, അതാ പഥ്യോപദേശം. പഥ്യോപദേശത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. ധർമ്മോപദേശമല്ല, പഥ്യോപദേശത്തിലേക്കും ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിലേക്കും ഡിസിപ്ലിനിങ്ങിലേക്ക് അവരെത്തിക്കുക. അതായത് ദർ ഈസ് ഡിസിപ്ലിൻ, പക്ഷെ അത് പഥ്യോപദേശത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത് ദാറ്റ് നീഡ് ടു ബി എക്സ്പ്ലെയിൻഡ്. ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് എവറി ചൈൽഡ് ഷുഡ് ബി സ്ട്രോങ് ഇൻ പഥ്യോപദേശം. പക്ഷേ പഥ്യോപദേശം ചുമ്മാ ഉപദേശമായിട്ട് കിട്ടിയാൽ പോരാ, അത് ആത്മാവിൽ അവർക്ക് ലഭിക്കണം. ആത്മാവിൽ ലഭിക്കണമെങ്കിൽ ദേ നീഡ് ട്രെയിനിങ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ബട്ട് ഇറ്റ്സ് ഓൾസോ ഡിസിപ്ലിനിങ്. ആ പഥ്യോപദേശത്തിൽ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവരെ കോപത്തോടെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ കോപം വരുമ്പോൾ അടിക്കരുത് കേട്ടോ. നെവർ ബീറ്റ് എ ചൈൽഡ് വെൻ യു ആർ ആംഗ്രി. ഞാൻ ഒരു 2 minutes കൊണ്ട് ഒരു എക്സാമ്പിൾ പറയാം. അത് ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. 2 minute കൊണ്ട് തീരുമെന്ന് അറിയാമല്ലോ, എന്നാലും പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷത്തെ ലീവ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് ചില പ്രതിസന്ധികളുണ്ടായി. അതുകൊണ്ട് ഇപ്പം ഒരു വർഷം ഞാൻ ഓഫ് എടുത്തു. എനിക്ക് എൻട്രൻസിൻ്റെ എക്സാമിനേഷൻ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓഫ് എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കസിൻ, അമ്മയുടെ ആങ്ങളുടെ മോൻ, അവർ പാരൽ കോളേജ് നടത്തുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഡിഗ്രി കഴിഞ്ഞല്ലേ, ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊന്ന് സഹായിക്കാമോ, എന്തായാലും നിൻ്റെ പഠിത്തമായിട്ട് നീ ഇരിക്കുന്നു, അപ്പോൾ രാവിലെ 2 മണിക്കൂർ ഒന്ന് കോളേജ് ഒന്ന് വരുന്ന പഠിപ്പിക്കും, നിനക്കൊരു ഫ്രഷ് ആയിട്ടൊന്ന് പഠിക്കാനൊക്കെ ഒരു മൂടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഓക്കെ. ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പളിൻ്റെ മുറിയിലോട്ട് പോയി. പുള്ളി റൂമിന് ഒരു ഗോഡൗൺ കാണിച്ചു തന്നു. കെട്ട് കണക്കിന് ചൂരൽവടികൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക, ചൂരൽവടികൾ. എന്നിട്ട് എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞു, 1 മാസത്തേക്കാകട്ടെ ഒരു കെട്ടെന്ന് പറഞ്ഞ ഒരു 25 ചൂരൽവടിയെങ്കിലും കാണും. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു ചൂരൽവടി അടിച്ച് പൊട്ടിച്ചോണം. ഞാൻ ഈ കോട്ടയം CMS കോളേജ് ഒരു ലിബറൽ കോളേജിൽ പഠിച്ച് ടീച്ചർമാരുടെ കൈ പിടിച്ച് പിള്ളേർ നിർത്തുന്ന കോളേജിൽ പഠിച്ച ചെല്ലുന്നയാൾ ഈ പിള്ളേരെ തല്ലുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഹൊറിബിളായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിയൊരു ചിരി ചിരിച്ചു, സാറ് വന്നോളൂ ഇവിടെ തിരിച്ചെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ക്ലാസ്സിലോട്ട് എന്നപ്പോഴാണ് മനസ്സിലായി എന്നേക്കാൾ പ്രായമുള്ള പിള്ളേർ എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല.
8ഉം 10ഉം വർഷമായിട്ട് പഠിക്കാതെ തോറ്റു കിടക്കുന്നത്. അന്നൊക്കെ പിള്ളേർ തോക്കുമായിരുന്നു 10ാം ക്ലാസ്സിൽ. പിന്നെ അടിക്കാതെ നിവൃത്തിയില്ല, അടിയോടി. അവസാനം ഒരു ദിവസം ഞാൻ ഒരുത്തനെ അടിക്കാൻ, അപ്പോൾ ഞാൻ സ്നാനപ്പെട്ട സമയം, ആ സമയത്താണ് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഒരു ദിവസം ഒരുത്തനെ അടിക്കാൻ വേണ്ടി കൈ നീട്ടാന്ന് പറഞ്ഞു. കൈ ഇവിടെ വരെ എത്തിയപ്പോൾ എനിക്കൊരു ചിന്ത പെട്ടെന്ന്, ഇവൻ നന്നാകാൻ എനിക്ക് യാതൊരു ആഗ്രഹമില്ല, എനിക്ക് അറിയാൻ പോലും വരാ ശരിക്കും, പിന്നെ എന്തിനാണ് ഞാൻ ഇവനെ തല്ലുന്നു? ഞാൻ കർത്താവിൻ്റെ എൻ്റെ കർത്താവ്, ഞാൻ ഇവനെ നന്നാകണമെന്ന് യാതൊരു ആഗ്രഹമില്ല. നമ്മളെല്ലാം പറയും തല്ലുന്നത് നന്നാകാൻ വേണ്ടിയാണ്. സത്യം പറഞ്ഞല്ല, നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി നമ്മൾ തല്ലുന്നു. ഈ തല്ല് ആലോചിക്കുക, വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ആലോചിച്ചു, തല്ലുമ്പോൾ എന്തിനു വേണ്ടി തല്ലുന്നത്? ദേഷ്യം വന്നൊന്ന് തീർക്കണം, അത് ആരുടെയെങ്കിലും പുറത്ത് തീർത്തേ പറ്റുള്ളൂ. ആ ദേഷ്യത്തിൻ്റെ എക്സ്പ്രഷനായി മിക്കവാറും മർദ്ദനം. ഇങ്ങനെ വെച്ചപ്പോൾ എൻ്റെ കാര്യം ദേഷ്യം അങ്ങ് പോയി. അപ്പോൾ അടിക്കാൻ സ്പീഡ് കിട്ടില്ല. ദേഷ്യം ഇല്ലെങ്കിൽ അടിക്കുമ്പോൾ എന്ത് പറ്റിയില്ല, അതിൻ്റെ വേണ്ട മൊമെൻറ്റം കിട്ടത്തില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ നിന്നെ നന്നാക്കിയിട്ട് എനിക്കൊരു പ്രയോജനമില്ല, പക്ഷെ ഞാൻ നിന്നെ തല്ലാതിരിക്കാൻ പറ്റില്ല, കാരണം നിൻ്റെ മുമ്പുള്ളവനെ ഞാൻ തല്ലിയേ പറ്റുള്ളൂ. പക്ഷേ ഈ 2 തല്ലുകൊണ്ട് നീ നന്നായിക്കോളൂ എന്ന് ചോദിച്ചു. നന്നായിക്കോളാം എന്ന് അടിച്ചു. അവൻ നന്നായി. അതുകൊണ്ട് ഞാൻ അന്നേരം മനസ്സിലാക്കി അവൻ നന്നായി, അവൻ ഭയങ്കര വ്യത്യാസമായി. അന്നോട്ട് പഠിക്കാൻ തുടങ്ങി. സ്നേഹത്തിൻ്റെ ഒരു വാക്കാണ് ശിക്ഷ ഈ അടിപിടിയേക്കാളും നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ദേഷ്യം വരുമ്പം അടിക്കില്ല, ദേഷ്യം പോകാൻ വേണ്ടി കാത്തിരിക്കണം. എൻ്റെ ഒരു അങ്കിളുണ്ടായിരുന്നു, കട്ട്. ഈ അങ്കിളിൻ്റെ മക്കൾ 2 മക്കളുണ്ട്. അപ്പം എന്തെങ്കിലും ഗുരുത്തക്കേട് ഒരു കാണിച്ചാൽ ഇവരുടെ അമ്മ നോട്ട് ചെയ്ത് വയ്ക്കും. വൈകിട്ട് അപ്പൻ കടയിൽ നിന്ന് വരുമ്പോൾ പുള്ളിക്ക് മലഞ്ചരക്ക് വ്യാപാരം, ഇത് കേൾക്കണ്ട, പുള്ളി ഇത് കേൾക്കും, അതാ പ്രശ്നം, വിട്ടേക്കല്ലേ. അപ്പോൾ അമ്മ ഇന്ന് ഈ കൊച്ച് ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, റിപ്പോർട്ട്. അമ്മ അപ്പൻ ഒറ്റ കേട്ടാ, അതൊരു വക്കാലത്തൊന്നുമില്ല അവിടെ, പിള്ളേരുടെ വക്കാലത്തൊന്നുമില്ല. പുള്ളി ഇത് ലിസ്റ്റ് വായിക്കും, ഓക്കെ നീ കൈ വെച്ചേക്കാൻ പറയും, ഒന്നും ചെയ്യല. ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. 1-2-3 മാസം കഴിയുമ്പോൾ അടുത്ത കേസ് വരും. അപ്പോൾ ഇതും കൊണ്ടേ കൊടുക്കും, ഓക്കെ അത് നോക്കി പുള്ളി അതും ഫയൽ ചെയ്ത് വയ്ക്കും. ഒരു 3-4 കേസായി കഴിയുമ്പോൾ ഇവനെ വിളിക്കും. നല്ല സ്നേഹത്തിൽ വർത്താനം പറഞ്ഞിരിക്കുമായിരിക്കും, ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല സ്വസ്ഥമായിട്ടിരിക്കും. എടാ നിന്നോട് എനിക്കൊരു വിഷയം പറയാനുള്ളൂ. അപ്പോഴും പിള്ളേർക്കറിയാം എന്തോ പ്രശ്നം. ലിസ്റ്റ് 1, ഇത്രാം ദിവസം ഇത്രാം തീയതി നീ ഇങ്ങനെ ചെയ്തായിരുന്നോ? എല്ലാ കുറ്റങ്ങളും പറഞ്ഞ് കേൾപ്പിക്കും. ഒരു 3-4 കാണും. എന്നിട്ട് പറയും, നിന്നെ അടിക്കാതിരിക്കുന്നത് മര്യാദയാണോ? അല്ലല്ലോ. അല്ല, ഞാൻ അടിക്കാൻ പോവാ, അടിച്ചോ. നല്ല കൂളാ, പക്ഷെ അടിയെന്ന് പറഞ്ഞാൽ ബ്ലഡ് വെളി വരും. വർഷത്തിലൊരിക്കലേ കിട്ടുള്ളൂ. അതുകൊണ്ട് പിള്ളേർ ആ ദിവസത്തെ നോക്കി എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഓരോരോ പേരൻറ്റിങ് മെത്തേഡുകൾ. പിന്നെ പക്ഷേ ചില അമ്മമാരുടെ പ്രശ്നം വെച്ചാൽ അവർ കൈ കിട്ടുന്ന വെച്ചാൽ എല്ലാം അടിക്കും. കുറേ കഴിയുമ്പോൾ പിള്ളേർക്ക് വടി എന്ന് പറയുന്ന ഒരു സന്തോഷമായിരിക്കും. അവരെ വടി വെച്ച് നിയന്ത്രിക്കാൻ പറ്റില്ല, പിന്നെ ലാത്തി വേണ്ടി വരും. കാരണം വടിയോടുള്ള പേടി നമ്മൾ കളയും. പ്രിയ സഹോദരങ്ങളെ, തല്ലെന്ന് പറയുന്ന ദേഷ്യത്തിൽ ചെയ്യരുത്. തല്ലരുതെന്ന് ഞാൻ പറയുന്നില്ല, തല്ലാതിരിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ തല്ലിയാലും യു ഷുഡ് നോട്ട് ഡു ഇറ്റ് ഇൻ ആങ്കർ. കോപത്തിൽ നിങ്ങൾ ചെയ്താൽ പിള്ളേർ വിചാരിക്കും കോപം ഈസ് ഓക്കെ, കോപം ഈസ് അലൗഡ്. മൈ മദർ പ്രേസ് ഫാസ്റ്റ് ആൻഡ് ഗെറ്റ്സ് ആംഗ്രി ആൻഡ് ബീറ്റ്സ് മീ അപ്പ്. ഓക്കെ, യു ക്യാൻ പ്രേ ഫാസ്റ്റ് ആൻഡ് ദെൻ ഗെറ്റ് ആംഗ്രി, നോ പ്രോബ്ലം. നിങ്ങൾ മരിച്ചില്ലെങ്കിൽ, ക്രിസ്തു നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ പിള്ളേരെയും പത്യോപദേശത്തിൽ വളർത്താൻ പറ്റില്ല. പിന്നെ വടിയുമായിട്ട് അവരുടെ പുറകെ മോറൽ ടീച്ചിങ്ങായിട്ട് നടക്കേണ്ടി വരും. ക്രിസ്ത്യൻ പാരൻറ്റിങ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് പരിജ്ഞാനത്തിലാണ് പണിയപ്പെടുന്നത്. അതിന് ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളിലേക്കും പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. വി ആർ സോ മച്ച് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ലോഡ്. ഓരോ നിമിഷവും ഓരോ ശ്വാസവും കുടുംബജീവിതത്തിൽ നമ്മൾ മരിച്ച് മറ്റേയാൾ ജീവിക്കാൻ വിടണമെങ്കിൽ, ഒരു ആർഗ്യുമെൻറ്റിൽ ഞാൻ തോറ്റു കൊടുക്കണമെങ്കിൽ, എൻ്റെ ഭാഗത്ത് ന്യായം ഇരിക്കുമ്പോൾ തോക്കാനാ പാട്. എൻ്റെ ഭാഗത്ത് ന്യായം ഇരിക്കുമ്പോൾ നിശബ്ദനാകാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ മരിച്ചാലേ എനിക്ക് നിശബ്ദനാകാൻ പറ്റുള്ളൂ. ഐ ഡൈഡ്. എൻ്റെ ഒപ്പീനിയനോട് കൂടി ഞാൻ മരിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നീ എന്നിൽ ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. യു ടു ക്യാച്ച് ദാറ്റ് ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. അത് വിശ്വാസത്താൽ നേടാതെ പേരൻറ്റിങ്ങോ ഫാമിലി ലൈഫോ ഒന്നും ക്രിസ്ത്യൻ തലത്തിലേക്ക് വരില്ല. ബാക്കിയെല്ലാം മോറൽ ലിവിങ്ങിൻ്റെ തലത്തിലേക്ക് മാത്രമേ പോകുള്ളൂ. കൗൺസിലിംഗ് ക്യാൻ ടേക്ക് യു ടു എ മോറൽ സ്ട്രക്ചർ, ബട്ട് യു കനോട്ട് ബി മെയ്ഡ് ഹോളി by anything that they do with your soul. ആത്മാവിലല്ലാതെ വിശദീകരണമില്ല. ആത്മാവിലൂടെ അല്ലാതെ ആന്തരികമായ ധനസമൃദ്ധി ഉണ്ടാവില്ല. ആത്മാവിലൂടെ അല്ലാതെ അകത്ത മനുഷ്യൻ ശക്തനാകില്ല. അകത്ത മനുഷ്യൻ ശക്തനായില്ലെങ്കിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു പരീക്ഷണത്തെയും ജയിക്കാൻ നമുക്ക് സാധിക്കില്ല. വി നീഡ് ടു ബി സ്ട്രോങ് ഇൻറ്റേർണലി ആൻഡ് ഇൻ അവർ ഇന്നർ മാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഓരോ നിമിഷവും അങ്ങയിൽ നിന്ന് കേൾക്കുമ്പോൾ
ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിലേക്ക് ഞങ്ങൾ വീണ്ടും വീണ്ടും കണ്ണു തുറക്കുന്നു. കർത്താവെ, വി റിയലൈസ് ഹൗ ഹൊറിബിളി മിസ്പ്ലേസ്ഡ് വി ആർ, ഹൗ ഹൊറിബിളി ഇന്നാഡിക്വേറ്റ്. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ എപ്പോഴും ഉള്ളത്. ദൈവം ഞങ്ങളുടെ കരുണ ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങ് ഞങ്ങളെല്ലാം കുടുംബങ്ങളാക്കി വെച്ചു, സഭയാക്കി വെച്ചു. ഇവിടെ എല്ലാം കർത്താവെ അങ്ങയുടെ ഹിതം നിറവേറുവാൻ, മരിക്കേണ്ടടുത്തെല്ലാം മരിക്കുവാൻ, കർത്താവെ അങ്ങ് ഞങ്ങളിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൻ്റെ ബലം ധരിക്കുവാൻ, കാഴ്ചയാലല്ല യുക്തിയാലല്ല വിശ്വാസത്താൽ യേശു ഞങ്ങളിൽ വസിക്കുവാൻ സഹായിക്കണമേ. സ്നേഹമെന്ന അഗപ്പെ എന്ന പാക്കറ്റ്, ആ ബൊക്കെ പങ്കുവെക്കപ്പെടുവാൻ, കർത്താവെ വിശുദ്ധീകരിക്കുവാൻ, പരസ്പരം വിശുദ്ധീകരിക്കുവാൻ അങ്ങയുടെ കൃപയുടെ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.